ആർക്കെങ്കിലും വകവെച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ പങ്കുചേർക്കലാണ്, ശിർക്കാണ്. ഇതാണ് ആ പ്രശ്നം. അവൻ നിയമനിർമ്മാണ സഭ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യ രാഷ്ട്രത്തില് അതിനോട് സഹകരിക്കൽ ശിർക്കാണ് എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം കേട്ടോളി, ഞാൻ വായിക്കുകയാണ്. ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയത്തിന് 1000 ശാപങ്ങൾ മാത്രമേ ഞങ്ങൾ അർപ്പിക്കുന്നുള്ളൂ. ഇസ്ലാം മതത്തെയും രാഷ്ട്രത്തെയും വിഭജിക്കുന്നില്ല. ഈ വിഭജനത്തിനിടം കൊടുക്കാൻ ഞങ്ങൾ അല്ലാഹുവിൽ തെറ്റുകാരാവും. അതിന് ഞങ്ങൾ ഒരുക്കമില്ല. അവൻ മതതത്വങ്ങളെ അംഗീകരിക്കാത്ത രാഷ്ട്രീയം, ആ രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കൽ ശാപത്തിന് കാരണമാകുന്ന. ഇവിടെ ഇപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ ഭാരതീയ ജനതാ പാർട്ടിയോ ഏത് വൃത്തി നോക്കിയാലും 100% ഇസ്ലാമിക ശരീഅത്തിലല്ല ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ കള്ളിന്റെ വകുപ്പ് ഏറ്റെടുക്കൂലല്ലോ, പലിശന്റെ വകുപ്പിലേക്ക് പോകൂലല്ലോ, സ്ത്രീകളെ രംഗത്ത് ഇറക്കൂലല്ലോ. അത് രാഷ്ട്രീയം ആണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ ആക്ടിലൂടെ പോവുകയാണ്. ഇസ്ലാമിന്റെ നിയമമല്ല എന്ന കാര്യം ഉറപ്പാണ്. ജമാഅത്ത് സാഹിബ് പറയുന്നു ആ അർത്ഥത്തിൽ ചെയ്യൽ തെറ്റാ. അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടത്? കുറച്ചും കൂടെ കഴിഞ്ഞപ്പം ജമാഅത്തേക്ക് ചെറിയ ബോധോദയം. നമ്മൾ പ്രതിഷേധിച്ച് അങ്ങനെ വഷളാക്കണ്ട, നമ്മൾ ഇങ്ങോട്ട് വിട്ടുന്നാള്. ഇവരെ നയം നേരത്തെ പറഞ്ഞില്ലേ, അല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചിട്ട് മാറ്റം വരികയാണ്. ആ മാറ്റം കേട്ടോട്ടോ. ഇത് പറയാം, അടുത്ത ഫെബ്രുവരി 1 കേരള അസംബ്ലിയിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇത് സംബന്ധിച്ച ജമാഅത്ത് ഇസ്ലാമി ബോധപൂർവം സ്വീകരിച്ചിട്ടുള്ള വിട്ടുനിൽക്കൽ നയം ഇതിനകം ബന്ധുക്കൾ അറിഞ്ഞിരിക്കും. എങ്കിലും ഒന്നുകൂടെ ഊതിപ്പറയാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്ത് അംഗങ്ങളോ അതിന്റെ നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള മറ്റു ബന്ധുക്കളോ പതിവ് പോലെ ഈ തെരഞ്ഞെടുപ്പിലും തികച്ചും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. അവ തെരഞ്ഞെടുപ്പായി കൂടെ നടന്നോട്ടെ, നിങ്ങൾ പതുക്കെ വിട്ടിങ്ങനെ നിൽക്കുക. 960 ജനുവരിയിലെ നയം രസമുണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് വിട്ടിക്കുന്നു മാത്രമല്ല, അധികാരം എടുത്തിട്ട് ഞങ്ങളെ കയ്യിൽ വെച്ച് തന്നാലും ഞങ്ങൾ വാങ്ങൂല. പറയാൻ അത് റസൂലുള്ളാഹിന്റെ ബർത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കൈ ചന്ദ്രനും വെച്ച സ്വീകരിക്കൂലെന്നില്ലേ, ഇതേപോലെ ഇന്ത്യന്റെ ഭരണം തന്നാലും ഞങ്ങൾ സ്വീകരിക്കൂലാണ്. കൊടുക്കും, അത് വേറെ വിഷയം. കിട്ടിയത് ഞങ്ങൾക്ക് വേണ്ട. കേട്ടോ, ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്നും അതിനാൽ അതൊരു മതസംഘടനയല്ലെന്നും രാഷ്ട്രീയ സംഘടന മാത്രമാണെന്നും ഈ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയെന്ന് ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ടല്ലോ ഉസ്താദമാർ അന്ന് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ 32 വർഷത്തിനിടയിൽ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരംഗവും ഒരു MP-യോ MLA-യോ എന്നു വേണ്ട പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല, ആകാൻ ശ്രമിച്ചിട്ടുമില്ല. രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നെങ്കിൽ ഇഖാമത്തുദ്ദീന് ശ്രമിക്കുന്നതിന് പകരം നിലവിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുദ്രാവാക്യം അംഗീകരിച്ച് അവരോടൊപ്പം ചേരുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ നിലവിലുള്ള ഭരണവ്യവസ്ഥിതി നടത്തിക്കൊണ്ടു പോകാൻ നിർബന്ധിച്ചേൽപ്പിച്ചാൽ പോലും ജമാഅത്തിന് തയ്യാറാവുകയില്ല. അധികാരം നൽകാമെന്ന് പറഞ്ഞ ഖുറൈശി പ്രമുഖരോട് നബി തങ്ങൾ പറഞ്ഞ മറുപടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യും. കാരണം ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥകൾക്ക് പകരം ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ്. അപ്പൊ അധികാരം കയ്യിൽ വെച്ച് തന്നാലും അള്ളാന്റെ റസൂൽ പറഞ്ഞതുപോലെ വേണ്ട എന്ന് പറയും. ഈ കാലം വരെ ജമാഅത്തിന് ശ്രമിച്ചിട്ടില്ല. ഇനി കേട്ടോളൂ ഒരു ചെറിയ മാറ്റം. 1995 ആയപ്പോഴേക്കും ഒരു മാറ്റം. എന്താ മാറ്റം? ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിലക്കപ്പെട്ട കനിയല്ല എന്ന് പണ്ടേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എപ്പോഴും വ്യക്തമാക്കിയത് ഏത്? വിട്ടുനിൽക്കും, അധികാരം കയ്യിലെച്ചെന്നാലും വേണ്ട. ഈ അടിസ്ഥാനിക സ്ഥിതിയാണിത്. ഇന്ന് ഇറാമാണ്, നാളെ ഇറാമാണ്, മറ്റൊന്ന് ഇറാമാണ്, പിന്നെ നാളെ ഇറാമാണ്, അല്ലെ എന്ന് പറഞ്ഞ് ഇപ്പൊ പറയാ. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിലക്കപ്പെട്ട കനിയല്ലെന്ന് പണ്ടേ വ്യക്തമാക്കപ്പെട്ടതാ. ഈ പണ്ട് ഏതാരെങ്ങള് കഥ പറഞ്ഞ പണ്ടേ പണ്ടേ ഒരു രാജ്യത്ത്, അതേത് ഈ പണ്ട് അങ്ങനൊന്നുമില്ല. അതുപോലെ ചില സാങ്കേതികമായ കാരണങ്ങളാൽ എനിക്ക് വരാൻ കഴിഞ്ഞില്ല. എന്റെ അർത്ഥം എന്താ? ഒരു കാര്യം പറയാൻ പറ്റിയില്ല. അങ്ങനെ ചില പഴങ്ങളുണ്ട് മലയാളത്തിൽ. അതിൽപ്പെട്ടതാ ഇത്. പണ്ടേ വ്യക്തമാക്കിയിട്ടുള്ളതാ. പിന്നെ നമ്മളും ചില ആൾക്കാർ ഉദാഹരണം പറയുമ്പോൾ
പണ്ടൊരാള് പറഞ്ഞ മാതിരി എന്തേ പറഞ്ഞ് എനിക്കറിയില്ല, ആരെ പറഞ്ഞാവില്ല. അങ്ങനെ പണ്ടൊരാള് പറഞ്ഞ മാതിരി ആ പറിച്ചത് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്റെ പറിച്ചത് എന്ത് പണ്ടേ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിലക്കപ്പെട്ട കനിയല്ല. എന്നിരുന്നാലും സജീവ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ പ്രസ്ഥാനം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. വലിയ ഓടായിപ്പോയി. സജീവനായ എന്താ ഉണ്ടാവുക? രണ്ട് കാലും കുഴഞ്ഞ കാക്ക പറഞ്ഞ ദേഷ്യം പിടിച്ചപ്പോ കുട്ടികളെ പറഞ്ഞ കേൾക്കാനൊക്കെ നല്ല കിട്ടുമോ, ഇല്ലെങ്കിലോ ഞാൻ പറഞ്ഞു നീച്ചാലുണ്ടല്ലോ എത്താ നീച്ചാല് കൊട്ടി പറഞ്ഞ് വെക്കുന്നല്ലാതെ ഒന്നും നടക്കൂല. ഇത് പറയണ എന്താ നിങ്ങള് നീ കേട്ടോളൂ. ആദ്യമാദ്യം സ്വീകരിച്ചു പോന്ന നിലപാട് ജമാഅത്തംഗങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കാതിരിക്കുകയായിരുന്നു. വോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ആദ്യത്തെ തീരുമാനം. ഇടക്കാലത്ത് ആ നിലപാടിൽ മാറ്റങ്ങളുണ്ടായി. അതാ നേരത്തെ മൗലവി പ്രസംഗിച്ചത്, അല്പാൽപമായ മാറ്റം. ഇടക്കാലത്ത് മാറ്റങ്ങൾ ഉണ്ടായി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുൾപ്പെടെയുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഇപ്പോഴും നയമെങ്കിലും ജമാഅത്ത് ഇസ്ലാമിക്കുള്ള വോട്ട് ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു. ഇപ്പൊ പതുക്കെ തിരിഞ്ഞു നോക്കാൻ മോരുണ്ടോന്ന് ചോദിച്ചില്ലേ? അതായത് ആചാര്യം കുട്ടികളും ചോറ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ മൗലവി വന്നത്. മൗലവിയ വരി ദേശം ചോറ് കഴിക്കുക, അല്ല ഞാൻ ഇപ്പൊ വെച്ചുകൊണ്ട് ആചാര്യൻ എന്നാലും കൂടി വെച്ചൂടെ വരിന്ന് എനിക്ക് വാണെങ്കിൽ ആരാണ് വരൂല അവനോട് ഇരുന്നോടിയാണ്. കുറെ അങ്ങനെ കഴിഞ്ഞ ഉപ്പിരിക്കനെ നല്ല ആഗോലി പൊരിച്ച മണാള റബ്ബൈ വരുന്നത്. ചെമ്മീൻ ഫ്രൈ ഉണ്ടോ? അതിങ്ങനെ ജനലിൽ കൂടെ തലയിട്ട് നോക്കുമ്പോൾ ആ മീൻ ബിരിയാണി അപ്പുറത്ത്, ചെമ്മീൻ ഫ്രൈ ഇപ്പുറത്ത്, കൂന്തൾ അപ്പുറത്ത്, പിന്നെ ആഗോലി പൊരിച്ചതും. ഇനിയിപ്പോ രണ്ടാമത് കയറി ചെല്ലണ് വിഷളത്തരല്ലേ നോക്കിങ്ങള്. അപ്പൊ ഇവന്റെ ഇക്കുമത്തെടുത്ത് മൗലവി അല്ലാചാരെ മോരുണ്ടോന്ന് വെച്ചു. ഏത് മോര്? ആചാരേ മോരൊന്നുമില്ല, എന്നാ കുറച്ച് വളമ്പി കളിയേ. ഏത് മോരില്ല എന്നാ കുറച്ച് വളമ്പി കളി? അത് എന്ത് വണ്ടാവ് തമ്മിലുള്ള ആലോചിച്ചു കളികൾ. ഇവിടെ എന്നതുപോലെ തീരെ വോട്ട് തേനാബി ഹറാമുകേ, റുക്നിയത്ത് ഹറാമുകേ, ജമാഅത്ത് ഇസ്ലാമി ഹറാമെന്ന് എന്നും ഹറാമാണ്, ഇന്നലെ ഹറാമാണ്, ഇന്ന് ഹറാമാണ്, നാളെ ഹറാമാണ്. ഇപ്പൊ പതുക്കെ തലട്ട് നോക്കാം. ജമാഅത്ത് ഇസ്ലാമിന്റെ ആഗ്രഹം എന്തൊക്കെയാണ്? ആ ആഗ്രഹം പ്രകടിപ്പിച്ചു. കേട്ടോളൂ നിങ്ങള്. കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയപ്പോ ഇത് 2010 മാറ്റം വരികയാണ്. 2010 എത്തിയപ്പം എന്തായാലും ഈ പരമസാധു നിർദോഷ മതത്തിന് ജമാഅത്തുകാരെ സാഹിത്യ അതായത് വായിച്ചോൾക്കും തിരിയരുത്, എഴുതിയോൾക്കും തിരിയരുത്, ആ കോലത്തിൽ ഹിംസന ഫൽസന ധ്വംസനങ്ങൾ കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞവനും തീരില്ല, കേട്ടവനും തിരിയില്ല. ഇതാ ജമാഅത്ത് ഇസ്ലാമിന്റെ സാഹിത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ. അതായത് പ്രബോധനം വായിക്കണോന്ന് അഥവാ ചിന്തിക്കണോന്നാണെങ്കിൽ ജമാഅത്തിന് പോകരുതല്ലോ. ഇതൊക്കെ പറഞ്ഞ അവിടെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചിട്ട് അവിടെ നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ഈ പരമസാധു നിർദോഷ മതത്തിനെ പറ്റിയപ്പോ പറയുന്നത്, മതത്തിന് ജമാഅത്ത് ഇസ്ലാമിയെ കിട്ടില്ല. സോളിഡാരിറ്റിയെയും ജമാഅത്തിന്റെ ഒപ്പമുള്ളതാണല്ലോ, സകല ജീവൽ പ്രശ്നങ്ങളിലും ഇടപെട്ട് നന്മയുടെ പക്ഷത്തിന് ശക്തി പകരാനും തിന്മയുടെ പക്ഷത്തെ പരമാവധി താഴ്ത്താനും തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രസംഗിക്കും, പഞ്ചായത്തിൽ മത്സരിക്കുകയും ചെയ്യും. ഏത്? പള്ളിയിൽ പ്രസംഗിക്കും, പഞ്ചായത്തിൽ മത്സരിക്കുകയും ചെയ്യും. മനുഷ്യർക്ക് വായിക്കാൻ പത്രങ്ങൾ ഇറക്കും. അതിന് ആര്യപ്പങ്ങളോട് വേണ്ടാന്ന് പറഞ്ഞത് നമ്മളോട് ദേഷ്യം പിടിച്ചോ ചിലപ്പോ പറിച്ചില്ല കേട്ടാൽ. മുമ്പൊരു നാട്ടിൽ കൊടി ഇങ്ങനെ കുറെ കാണാതെ ഇപ്പൊ ഒരു കേസ് കെട്ടുകയാണോ നിങ്ങൾ? രാഷ്ട്രീയക്കാർ കൊടി കൊടുന്ന് കെട്ടാൽ കൊടി കാണൂല. അങ്ങനെ അവസാനം കച്ചറ അങ്ങട്ടായി ഇങ്ങട്ടായി ലാസ്റ്റ് നോക്കുമ്പോൾ കാത്തുനിന്ന് കള്ളനെ പിടിക്കാൻ. അപ്പൊ എന്താ, രണ്ട് വിഭാഗത്തെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ എടുത്ത് നിൽക്കുമൊത്താ ഉണ്ടാവുമല്ലോ. രണ്ട് പാർട്ടിക്കാർ തമ്മിൽ വൈരാഗ്യം ഉണ്ടെന്ന് കണ്ടാൽ വേറെ കൂട്ടരെ വെട്ടിക്കാണ്ട് ഒരു കൂട്ട കൂടിയെന്ന് കഴിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരാളെ സംശയിക്കുക, പിറ്റേത് ഓൽത് പേരും കഴിക്കും. അങ്ങനെ കച്ചറ അങ്ങനെ നടന്നപ്പോ കാത്തുനിന്ന് ആരാന്നറിയാൻ നോക്കുവ പിടിച്ചു.
പിടിച്ചു നോക്കുമ്പോ അവന്റെ മുദ്രാവാക്യം എന്താ മുദ്രാവാക്യം? ഞങ്ങളെ കൊടി ഞങ്ങളെടുത്തേന് ഇങ്ങക്കെന്താ കോൺഗ്രസ്. ഏത് ഇവര് തമ്മിൽ തല്ലിക്ക ഇവരെ കൊടി ഇവരെടുക്കുകയാണ്. അപ്പൊ പിടിച്ചു എന്ന് കണ്ടപ്പോ മുദ്രാവാക്യം ഞങ്ങളെ കൊടി ഞങ്ങളെടുത്തേന് ഇങ്ങക്കെന്താ കോൺഗ്രസ്. ഇത് പണ്ട് പറഞ്ഞിരുന്ന കഥയാണ്. ഇതേപോലെ ഇവരോട് ആരെപ്പോഴും നമ്മൾ പാടില്ല എന്ന് പറഞ്ഞത് നമ്മളോട് ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങും റോട്ടിക്ക് മത്സരിക്കും ഞങ്ങള്, കുത്തുബീരും പ്രസംഗിക്കും ഞങ്ങൾ, 10 പേർക്കും ആയിക്കോട്ടെ. പക്ഷെ നയം മാറി. അല്ലോ മാക്കുമൽത്തുലക്കും ദീനക്കും, ദീനിന്റെ നിയമം ദീനാണ് ജമാഅത്ത് ഇസ്ലാമി എങ്കിൽ ആ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് മാറൂല എന്നാ പറഞ്ഞിരുന്നത്. പക്ഷേ അത് മാറി എന്നല്ല, ആയത്തോതിയിട്ട് പറഞ്ഞിരുന്നു മറ്റു പാർട്ടിക്കാരെ ഒന്നും അംഗീകരിക്കാൻ പറ്റൂല. സോണിയാഗാന്ധി നേതാവായാൽ കരുണാകരൻ നേതാവായാൽ അവരൊക്കെ പിന്തുണ വാങ്ങിയാൽ ഇസ്ലാം ഒന്ന് പുറത്തു പോകണം, ഖുർആനെതിരായ പണിയാണ്. ആയത്തോതിയിട്ട് പിന്നെ കണ്ടുകൊണ്ട് നേരെ തല തിരിച്ചിട്ടും ആയത്തോതി ഒന്നും ഇട്ടുകൊടുക്കും. കാര്യങ്ങളിൽ ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുകയും ബാക്കി ജീവിതത്തിന്റെ സുപ്രധാനമായ കാര്യങ്ങളിൽ, രാഷ്ട്രീയ ഭരണ മേഖലകളിൽ, സാമൂഹ്യ സാമ്പത്തിക സംസ്കാര രംഗങ്ങളിൽ അനിസ്ലാമികമായ ജാഹിലീയമായ നേതൃത്വത്തെ മുശ്രിക്കുകളുടെ, ദൈവനിഷേധികളുടെ, മതവിരുദ്ധരുടെ, അതുപോലെ തന്നെ ധിക്കാരികളുടെ, അഴിമതിക്കാരുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു ഇസ്ലാമിക സമൂഹത്തിന് ചേർന്നതല്ല. അത് ഇസ്ലാമിക സമൂഹത്തിന് അന്യമാണ്, അചിന്യമാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ജീവിതത്തിന് മുഴുവൻ മേഖലയിലും ഇസ്ലാമിക നേതൃത്വം അംഗീകരിക്കുക എന്നതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നിങ്ങളിൽ നിന്നുള്ള നേതാക്കളെ നിങ്ങൾ അനുസരിക്കുക. മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുവിലേക്കും പ്രവാചകനിലേക്കും മടക്കുക. ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സോണിയാഗാന്ധിയാണെങ്കിൽ വിവാദമുണ്ടാകുമ്പോൾ, തർക്കമുണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലും വെക്കും മടക്കാൻ സോണിയാഗാന്ധി സമ്മതിക്കുമോ? കരുണാകരൻ സമ്മതിക്കുമോ? ആന്റണി സമ്മതിക്കുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കോ പ്രവാചകനിലേക്കോ മടക്കാൻ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ? സന്നദ്ധമാകുമോ? അഥവാ അംഗീകരിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ്. അതേസമയം മുസ്ലിം സംഘടനകൾ നിർഭാഗ്യവശാൽ ആരാധനാ രംഗത്ത് മതനേതൃത്വവും ജീവിതത്തിന്റെ സുപ്രധാനമായ മേഖലകളിൽ മതേതരമായ ഭൗതിക നേതൃത്വത്തെയുമാണ് അംഗീകരിക്കുന്നത്. ഇസ്ലാമിന് അചിന്യമായ അന്യമായ ഈ സമീപനത്തിൽ ഭിന്നമായി ജീവിതത്തിന്റെ മുഴു മേഖലയിലും ഇസ്ലാമിക നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നും പ്രശ്നങ്ങളെ ഇസ്ലാമിക സമൂഹം പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ 5ാമത്തെ പീഡനങ്ങള്. അപ്പോ രാഷ്ട്രീയ മറ്റ് ഒരു നേതാവും ഇന്ന പാർട്ടി എന്നില്ല, അത് നിഷേധികളൊന്നുമില്ല, കോൺഗ്രസുമാർക്ക് ചിന്തിക്കുകയൊന്നുമില്ല, ഒരു പാർട്ടി അംഗീകരിക്കാൻ പറ്റൂല. കാരണം രാഷ്ട്രീയം മതത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സുപ്രധാനമായ വിഷയങ്ങളിൽ മതനേതൃത്വത്തെ മാറ്റി നിർത്തുന്ന ഒരു പദ്ധതിയെ ശ്രമിക്കില്ല. അത് സോൾഡാറ്റൊക്കെ ഉണ്ടാക്കുന്നതിന്റെ മുമ്പ്. ഇപ്പൊ സോൾഡാറ്റ് ഉണ്ടാക്കി വന്നപ്പോഴോ നേതാക്ക് പെടുക്കറിയും പറ്റും, ഹിനായിക്കിനും പറ്റും, അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിനും പറ്റും, അതേപോലെ DYFI നേതാക്കളും പറ്റും. എന്തിനേറെ ശാസ്ത്ര പരിഷത്ത് തന്നെ ഒരു തുമ്പില്ലാത്ത ചില ആൾക്കാരുണ്ട്. അവറ്റങ്ങളടക്കം വിളിച്ചു കൊണ്ടെന്നിട്ടാണ് ഇപ്പൊ നേതാക്കളാക്കണം. നോക്കിക്കോളുങ്ങൾ ഇതിന്റെ പരിപാടി ഇട്ട് കൊടുക്കും. കേട്ടോളൂ നിങ്ങൾ ഒരു പ്രസംഗിക്കുന്നത്. ഈ ഉശരൻ കുട്ടികളുടെ സംഘടനയായ ഈ സോളിഡാരിറ്റിക്ക് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സോളിഡാരിറ്റി പ്രഖ്യാപിക്കാണ്. സോളിഡാരിറ്റി അവരുടെ ഏത് പ്രവർത്തനത്തിന് ഏത് നരകത്തിൽ ചെല്ലണം എന്ന് പറഞ്ഞാലും ഞാൻ പോകും എന്നിവിടെ ഞാൻ പ്രഖ്യാപിക്കാം. നിങ്ങൾ പറ്റിയ കേന്ദ്ര പറഞ്ഞേ സോൾഡാരിറ്റിന്റെ ആളുകൾ ഏത് നരകത്തേക്ക് വിളിച്ചാലും ഞാൻ റെഡിയാണ്. എങ്ങനെ ബുദ്ധിയിരുന്നതാവോ അല്ലാഹുവാലം. ഈ 72 വിഭാഗം എന്നുള്ള ഹദീസൊക്കെ മൂപ്പര് കണ്ടുപോകണം. അല്ലാഹുവാലം. പരിഷത്തിന്റെ ആളപ്പ പരിഗണന നോക്കിക്കോങ്ങൾ. DYFIന്റെ പിന്തുണ ഇങ്ങനെ തന്നെയാണ്, മേധാപ്പെടുക്കറ പിന്തുണ ഇങ്ങനെ തന്നെയാണ്. ഈ പ്രസംഗിച്ച പ്രസംഗം മുഴുവനും ബാത്തിലാക്കുന്ന പ്രവർത്തനം പിന്നീട്. അപ്പൊ രസമുണ്ട്. ഇങ്ങനെ നിങ്ങൾ വാക്കു മാറിയില്ലേന്ന് പറഞ്ഞപ്പോ ഇവരെ വലിയ നേതാവ് പറഞ്ഞത് എന്താ അറിയോ? വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ എന്നാ. ആലോചിക്കാനി വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ. പണ്ട് പൈസ കടം വാങ്ങിയിട്ട് അവധി പറഞ്ഞതൊക്കെ കഴിഞ്ഞു കൊടുത്തില്ല. ലാസ്റ്റ് കച്ചറുണ്ടാക്കി അങ്ങാടിയിൽ മധ്യസ്ഥ മുമ്പിലെത്തിയപ്പം എന്തിനെപ്പോ ഈ തല്ലുമുടിയൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചു. ഈ വാങ്ങിയ പൈസ റേറ്റ് തന്നെ എത്ര വെച്ച് തരാനുള്ളത് വെച്ചു. അപ്പൊ പറഞ്ഞു 500 റുപ്യ തരാണ്ട്. അത് തന്നാ കഴിഞ്ഞില്ലേ ചേച്ചി? തന്നാ കഴിഞ്ഞു. അത് തരാത്തോണ്ടല്ലേ പ്രശ്നം ഉണ്ടായത്. അത് തന്നാ കഴിഞ്ഞില്ലേ?
അപ്പൊ ഓൻ ഒന്നുകൂടി മേലെ ഞാനൊരു 1000 റുപ്യ അനക്കാൻ തന്നു വെച്ചോ, 1000 റുപ്യ അനക്കാൻ തന്നു വെച്ചോ. എന്നിട്ട് അപ്പൊ 500 എനിക്കാനാണ് അവിടെ കൊടുക്കലായോ? അത് നിങ്ങൾ ഈ ജാതി ഒരു തരം പരിപാടി അത് പറയാണ്. സീനിയർ ഏതാവാ പറയുന്നത്? വാക്കല്ലേ മാറാൻ പറ്റുള്ളൂ. ടിക്കറ്റ് വലുവിന്റെ ഇട്ട് കൊടുക്കുക, നയമൊക്കെ മാറും. അതാ ജമാഅത്ത് നയം മാറ്റി, നയം മാറ്റി, നയം മാറ്റി. ആരാ മാറ്റാത്തത്? സുന്നികൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു ഖുർആൻ തർജ്ജമ ചെയ്യാൻ പാടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയുള്ളത്. നടന്നിരിക്കുന്നത് ഖുർആൻ തർജ്ജമ ചെയ്യാൻ പാടില്ല. ഇല്ലല്ല, അത് പണ്ട് സംശുരമ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സംശുരമയുടെ അഭിപ്രായം എങ്ങനെയാണ്, പൂറ്റിനാട് അഭിപ്രായം എങ്ങനെയാണ്. അതുകൊണ്ട് സംശുരമ അഭിപ്രായപ്പെട്ടുകൊണ്ട് പരിഭാഷപ്പെടുത്തിയിട്ടില്ല, പൂറ്റിനാട് പറ്റുന്നതാണ് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതങ്ങനെ തന്നെയാണ്. അത് കാലത്തിന് മാറ്റിയേക്കല്ല, പുണ്ണാക്കൂട് മേക്കളിയാൻ പറ്റൂല. ഇതിപ്പോ അങ്ങനെയാണ്. ഇഖ്തിലാഫുള്ള ഒരു മസാല പിടിച്ചിട്ട് ആ മസാല കാണിച്ചു കണ്ടില്ലേ, കാരണം സംഭവിച്ചത് അബദ്ധമായി പോയി തിരിഞ്ഞിന് മാറ്റിക്കണ്. നോക്കിങ്ങള് നയം മാറ്റി എന്ന് പരസ്യമായി സീനിയർ നേതാവ് പറയുമ്പം ഇനി അതിന്റെ ജൂനിയർ നേതാവിന് പ്രസംഗമുണ്ട്, ഖാലിദ് മൂസന്റെ. അത് അതിലേറെ രസമാണ്. മൂപ്പരിനെ കുറച്ച് കൂവത്തില പറഞ്ഞത് ഇഞ്ചും മാറ്റി ഞങ്ങൾ എന്നിട്ട് പണ്ട് പറഞ്ഞത് പലതും പിന്നെ മാറ്റി എന്ന് പറഞ്ഞു. ഇതാണ് വലിയ പ്രശ്നം. ജനാധിപത്യത്തെ കുറിച്ച് പണ്ട് ചെറുക്കാണ് എന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നു ജനാധിപത്യ ഭരണം വരണമെന്ന്. സെക്യുലറിസത്തെ കുറിച്ച് പണ്ട് ചെറുക്കാണ് ഗുഫ്രാനി എന്ന് പറഞ്ഞു, ഇപ്പോൾ സെക്യുലറിസ്റ്റുകളെ കൂട്ടുപിടിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. ദേശീയതയെ തള്ളിക്കളഞ്ഞു, ഇപ്പോൾ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. വോട്ട് ചെയ്യൽ ചെറുക്കാണ് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ വോട്ടിംഗ് ചെയ്യാൻ അനുവദിക്കുന്നു, വോട്ട് പിടിക്കുന്നു, വോട്ട് ചെയ്യിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. സർക്കാർ ജോലി ചെയ്യരുത് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ ചെയ്യണമെന്ന് പറയുന്നു. ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നു, സർക്കാർ വകുപ്പുകൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് പിന്നെ പറയും, പിന്നെ പറയുന്നില്ല, മാറ്റി പറയും. ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞതെന്താണ്, പിന്നെ പറഞ്ഞതെന്താണ്, മാറ്റി പറഞ്ഞതെന്താണ്? ഇത് ഞാൻ വിശദീകരിക്കും, വളരെ വിശദമായിട്ട് തന്നെ പറയും. പക്ഷേ ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ മാത്രം തെറ്റാണോ? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം തെറ്റാണ്. മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാറ്റും, ഇനിയും മാറ്റും. പക്ഷെ മാറ്റുക എന്നത് മാറ്റും, ഇനിയും മാറ്റും. അതിനാരും കുഴപ്പമുള്ളൂ. ഒരു മാറ്റിക്കോളി, നമ്മൾ നിങ്ങൾ മാറ്റണോലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മുമ്പ് ഒഴിവാക്കം വരുന്നിങ്ങനെ സംഗതി ഒഴിവാക്കുകയാണെന്നല്ലേ. ഒഴിവാക്കുമ്പോൾ നമുക്ക് എതിർപ്പുണ്ടായിട്ടല്ല. പക്ഷെ ഓനാണെങ്കിലോ കയ്യിലിങ്ങനെ ഒരു ബ്രെഡും കണ്ടം പിടിച്ച് തിന്നുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ കണ്ടിക്കണൊരു മാനവികതയുള്ള മനുഷ്യൻ പറഞ്ഞു, ചങ്ങാതി ഇത് മാനവികതക്കെതിരാ. ബസ് പോകുമ്പോ ആരോ കണ്ട മോശമല്ലേ, ഈ ഇങ്ങനെ റൊട്ടി തിന്നുന്നുണ്ട്, സംഗതി ഒഴിവാക്കുന്നുണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ടും ഒപ്പം നടക്കുകയാണ്, അത് ശരിയല്ല എന്ന് നല്ല എനിക്ക് പറഞ്ഞതാണ്. ഓണ് ദേഷ്യം വിളിച്ചോട് ഈ ആരായി ചോദിക്കാൻ, തിന്നണ റൊട്ടി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാണ്, ഒഴിവാക്കണ സാധനം എന്റേതാ, ഞാൻ ഒപ്പിയാണ് തിന്നേച്ചിന്റെ കാട്ടുകാന്ന് വെച്ചു. ഇത് നോക്കല്ല, നമുക്ക് എന്താ പറയാ, നിങ്ങൾ മാറ്റും, ഇനിയും മാറ്റൂ. എന്നിട്ട് കൂട്ടത്തിൽ പറയാം ആരപ്പിന് മാറ്റാത്ത, അത് വേറെ വിഷയം. അത് നമുക്ക് പറയാം. ഇനി എല്ലാവരും മാറ്റിയോണ്ട് ഇപ്പൊ ഇങ്ങോട്ട് മാറ്റണം, അങ്ങനെ ഉണ്ടോ? അത് കുട്ടികളുടെ പരിപാടിയാണ്. ഈ നാളെ ആചാര മാവുമെന്ന് വാങ്ങറിച്ചില്ലേ, ഇജ്ജും മറിച്ചില്ലേ, അതുകൊണ്ട് മറ്റം മറിച്ചപ്പല്ലാതെയോ. ഏത് തെറ്റ് രണ്ടാൾ ചെയ്തെന്നതിന് ഒരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാവ് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി കേഡർ പാർട്ടിയല്ലേ, അത്യാവശ്യം പ്രസ്റ്റേജ് കീപ്പ് ചെയ്യുന്ന, സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണല്ലോ പറയല്. എന്നാ നോക്കൂ നിങ്ങൾ, ജൂനിയർ നേതാവിന്റെ പ്രസംഗം വരുന്നത് എന്തായാലും ഞങ്ങൾ ഇഞ്ഞും മാറ്റും, യാതൊരു കുഴപ്പം അതുകൊണ്ടില്ല. ഇതിപ്പോ ജമാഅത്ത് തെബിലീഗാരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ കേട്ടോ, തെബിലീഗാരും ഒരിക്കൽ പറഞ്ഞതല്ല പിന്നെ ഉണ്ടാവുക. ഒരു വിഷയം വരുമ്പോ ഒരു തീരുമാനം പറയും, കുറച്ചും കഴിഞ്ഞാൽ നേരെ വേറെ തീരുമാനം പറയും. ഒരു ഉദാഹരണം പറയാ, തെബിലീഗ് ജമാഅത്തിന്റെ നേതാവുണ്ട്, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ചെറൂഫ് അബ്ദുൽ ഖൈർ മൗലവി, കേരളത്തിലെ വലിയ നേതാവാണ്. ഇയാളോടൊരു ചോദ്യം ചോദിച്ചു, ഈ മൗലിദ് ഓതുന്നതിനെ കുറിച്ച് തെബിലീഗിന്റെ അഭിപ്രായം എന്താണ്? കാരണം തെബിലീഗുകാരെ പറ്റി അങ്ങനെ അഭിപ്രായം ഉണ്ടല്ലോ, മൗലിദ് ഓതാൻ പറ്റും പറ്റൂല എന്നുള്ള ഒരു അഭിപ്രായം. അപ്പൊ യെസ് ഓർ നോ, ഒന്നുകൂടെ ഒരു കുഴപ്പമില്ല കുട്ടികളെ, മൗലിദ് ഓതിക്കോളി, തെബിലീഗുകാർ അംഗീകരിക്കുന്നവരാന്ന് പറയണം. ഇല്ലെങ്കിൽ അത് തെറ്റാണ്, ഇത് തെറ്റാന്ന് പറയണം.
നിങ്ങൾ ഓടിക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തെബിലിക്കാരെ എതിർക്കേണ്ട ആവശ്യമില്ല. സെറ്റിയും പാത്തൊക്കെ നമ്മളെ പള്ളി കൊണ്ടുവന്ന് വെച്ചോട്ടെ, നിൽക്കാൻ ആളെ വിളിച്ചോട്ടെ, മൗലിക നമുക്ക് നേരെ മറിച്ചോട്ടെ. പറ്റൂല എന്ന് പറഞ്ഞാലോ പിന്നെ ആ പടിക്ക് കടക്കാനും പറ്റൂല. ഇത് അവർക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ എന്നിങ്ങനെ കളിച്ചിട്ട് പറഞ്ഞു, അതിപ്പോ നിക്കാരത്തിനെ പറ്റി സക്കാത്തിനോട് അഭിപ്രായം ചോദിച്ച മാതിരിയാണ്. ഞാൻ തെബിലീഗ് പറഞ്ഞ പ്രത്യേക സംഘടനയൊന്നുമല്ല, അതിങ്ങനെ ആളുകൾ നന്നാക്കാനുള്ള അർത്ഥത്തിൽ. അതേ മനുഷ്യൻ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, ഇതര പ്രസ്ഥാനങ്ങളെ കുറിച്ചും തെബിലീഗിനെ കുറിച്ചും പഠിച്ച സ്ഥിതിക്ക്, അപ്പൊ ഇതര പ്രസ്ഥാനങ്ങൾ ഉണ്ടെന്ന് വന്ന് പ്രസ്ഥാനം പഠിച്ചതിക്ക് സത്യത്തിന്റെ മാർഗം അത് തെബിലീഗിന്റെ വഴി തന്നെ സഞ്ചരിക്കലാണ്. ആദ്യം ആ രണ്ടും ഇട്ട് കൊടുക്ക്. ആദ്യം മൗലവിന്റെ ചോദ്യം, പിന്നെ രണ്ടാമത്തെ. തബ്ലീഗിന്റെ അജണ്ടയിൽ പരിപാടിയിൽ ഇപ്പൊ മൗലൂദ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അമലാണ്, നിസ്കാരം നിശ്ചിത അമലാണ്. അപ്പോ സക്കാത്തിനെ പറ്റി എന്താ നിസ്കാരത്തിന് അഭിപ്രായം ചോദിക്കുമ്പോഴാണ് ആ വിഷയത്തിനെ പറ്റി തബ്ലീഗ് അഭിപ്രായം എന്താണ് ചോദിക്കുന്നത്. നിസ്കാരത്തിനെ പറ്റി സക്കാത്തിനോട് ആരാ ചോദിക്കല്? എന്ത് ഖിയാസ പാലിച്ചോക്കാ നിങ്ങൾ? ഇത് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞ താടി വരയ്ക്കാൻ നിൽക്കുമ്പോൾ കയറിയറിഞ്ഞ പോലെ ഒരു യോജിപ്പ് വേണ്ടേ? നിസ്കാരത്തിനെ പറ്റി സക്കാത്തിനോട് ചോദിച്ചതുപോലെ അല്ല, അതൊരു മുത്ത മനുഷ്യനാ, മൂപ്പര നേതാവാണ്. തെബിലീഗിന്റെ പ്രസ്ഥാനമുണ്ട്, അതാരും നിഷേധിച്ചാലും എല്ലാവർക്കും അറിയേണ്ട വിഷയമുണ്ട് എന്നുള്ളത്. അത് ഓരോന്ന് ചിലപ്പോൾ കാണിച്ചു തരാൻ. വയനാട് കയറാൻ ഉണ്ടെന്ന് ഉറപ്പന്നല്ലേ? വയനാട് ഉണ്ടെന്ന് ഉറപ്പല്ലേ? എന്നാ നിങ്ങൾ വയനാട് നിന്ന് കാണിച്ചെന്നാണ്. അത് കാണണല്ലോ. എന്നാല് കൽപ്പറ്റ ഉണ്ടാവും, മാനന്തവാടി ഉണ്ടാവും, അല്ലേ? കല്യാണ പള്ളിക്കലുണ്ടാവും. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലം മേപ്പാടി ഇരിപ്പടമൊക്കെ ഉണ്ട്. വയനാട് എവിടെ? ഇതൊക്കെ കൂടിയത് വയനാട്. ഇതെല്ലാം കൂടെ കൂടിയത് വയനാട്. അങ്ങനെ ഉണ്ട്. ഇവിടെ നോക്കിക്കുമ്പോൾ എന്തായാലും തെബിലീഗിന്റെ സാധനം ഉണ്ടല്ലോ. അതിന്റെ നേതാവല്ലേ അബൂൽ ഖൈർ മൗലവി ചെറൂപ്പ. അയാളോടാ ചോദിക്കുന്നത്, ഈ പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്താണ് മൗലൂദ് ഓതുന്ന വിഷയത്തിൽ? യെസ് ഓർ നോ? പറ്റുമെങ്കിൽ പറ്റൂന്ന് പറയാ, പറ്റുമെങ്കിൽ പറ്റൂല എന്ന് പറയാം. പക്ഷെ പറ്റൂന്ന് പറഞ്ഞാൽ തബ്ലീഗിന്റെ ആശയം പൊളിയും, പറ്റൂല എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കള്ളിയും പൊളിയും. ഇതാ വിഷയോ. അപ്പൊ പണ്ട് ചാപ്പാട്ട് രാമൻ പൂജാപ്പള പറഞ്ഞ മാതിരി രണ്ടിനും പറ്റിയ മറുപടി. അതായത് ഭയങ്കര തീറ്റുന്ന ചങ്ങായിയാണ് പൂജാപ്പളി. റപ്പായി തൊരിക്കത്തിലെ മെമ്പറാ. അതിനെ എത്ര കിട്ടിയാൽ തകീല. ഉഗൂരിത്തത്തിന് മറ്റുള്ള ഓലപ്പ തക്കാരത്തിന് പോകുമ്പോൾ നന്നാക്കി അടിച്ചു മാറ്റും. ശ്രദ്ധിക്കൂലല്ലോ. ഓന്നെ പെണ്ണിട്ടിയപ്പോഴാ കുടുങ്ങി. ഓന്നെ പുതിയപ്പോഴായപ്പം എന്ത് സർക്കാരത്തിന് ചെന്നു പരമാവധി ഇട്ടുകൊടുക്കാണതൊക്കെ ഇട്ടുകൊടുത്തുക്കണം. ഇതൊക്കെ മണലിക്ക് വെള്ളം പാർന്ന മാതിരി അവർക്കാ പോണെന്ന് തന്നെ കാണില്ല. അവസാനം അളിയൻകുട്ടി എന്നിട്ട് കുറച്ചിട്ട് കൊടുത്തുക, അവൻ തിന്നുക. പിന്നെ അമ്മോശം വന്ന് കുറച്ചിട്ട് കൊടുത്തു, അവൻ തിന്നുക. ഇനിയിപ്പം നോക്കുമ്പോ ഇട്ടുകൊടുക്കണമൊക്കെ നാണക്കടയിൽ പോയി. കറിഞ്ഞത് ഇട്ടുകൊടുത്ത മോശം. പക്ഷെ ഇപ്പൊ മോത്തുക്ക് നോക്കുന്നുണ്ട്. അപ്പൊ ഇട്ടുകൊടുക്കാക്കാനും വയ്യ. അപ്പൊ പതുക്കെ ചെന്നിട്ട് പിന്നെ വലിയ മോശം ചെന്ന് കണ്ട് പറഞ്ഞോലോ അല്ല പുതിയപ്പളെ കുറച്ചും കൂടി ഇടല്ലേന്ന് വെച്ചോ. അപ്പൊ ഇവനാണെങ്കിൽ പള്ള പറയണ് വേണമെന്നാ, പക്ഷെ മാനം പറയണ് വേണ്ടതാണ്. അപ്പൊ എന്താ ചെയ്യാ? വേണ്ടണം വേണ്ടണം എന്നല്ലോ. ഇതിപ്പോ കുടുങ്ങടിങ്ങൾ എന്നതുപോലെ ഇവിടെ മൗലിദ് പറ്റും അല്ലെങ്കിൽ പറ്റൂല. ഇങ്ങനെയാണ് തബ്ലീഗ് നേതാവ് മറുപടി കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ എന്ത് ചെയ്തു നിങ്ങള്? അത് നിസ്കാരത്തിനോട് സക്കാത്തിനെ പറ്റി ചോദിച്ചാൽ മതിയാണ് വിഷയം. അപ്പൊ തബ്ലീഗുകാരുടെ സംഘടനയില്ല, അങ്ങനെ പ്രസ്ഥാനമില്ല. എന്നാൽ കുറച്ചും കൂടെ കഴിഞ്ഞ് അതേ അഭിമുഖത്തിന്റെ രാഷ്ട്രവാദത്തിൽ ഇയാൾ പറയുന്നു, ഇതര പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ച സ്ഥിതിക്ക് അപ്പൊ ഇതൊന്നും പ്രസ്ഥാനമാവണ്ടേ? അത് തബ്ലീഗിന്റെ മാർഗം സ്വീകരിക്കില്ല, അത് രക്ഷല്ല. ഇട്ടുകൊടുക്കുക. നഷ്ടപ്പെട്ടു പോയ ദീൻ തിരിച്ചു കിട്ടണമെങ്കിൽ ഇതര പ്രസ്ഥാനങ്ങളെയും ഇതും പഠിച്ച സ്ഥിതിക്ക് തബ്ലീഗിന്റെ മാർഗം സ്വീകരിക്കല്ലാതെ വേറെ യാതൊരു വഴിയില്ല. അതെ, നോക്കിങ്ങൾ ഈ നഷ്ടപ്പെട്ട ദീന് തിരിച്ചു കിട്ടണോ? ഇതര പ്രസ്ഥാനങ്ങളെയും ഇതും പഠിച്ച സ്ഥിതിക്ക്, ഇതും ഇതാ തബ്ലീഗ് പ്രസ്ഥാനം. ഇത് പഠിച്ച സ്ഥിതിക്ക് തബ്ലീഗ് മോന്റെ മാർഗം സ്വീകരിക്കല്ലാതെ മാർഗമല്ല. വല്ലാക്കാന്റെ മകനുണ്ട്, എന്നാ കുന്തം കടത്തിട്ടളി. ഇതാ തബ്ലീഗ് ജമാഅത്ത്. നോക്ക് നിങ്ങൾ, ഇതല്ല വൈരുദ്ധ്യം. ഇനി ഒന്നും കൂടെ ഇട്ടുതരാം. ഇവിടെ ഇവരെ കൗസരി എന്ന മൗലവിയുണ്ട് തബ്ലീഗിന്റെ. അയാൾ നല്ല സീഡി ഇറക്കി നോക്കുമ്പോ പണ്ട് മനുഷ്യനെ പറ്റിയാണ് ഈ തൊള്ള തുറന്ന ക്ലിപ്പ് പറഞ്ഞ മാതിരി ക്ലിപ്പോം ക്ലിപ്പല്ലേ. അപ്പൊ അത് ഒന്ന് രണ്ടെണ്ണം. ഇയാൾ മയ്യത്ത് പരിപാലനം ക്ലാസ് എടുത്തിട്ട് പറയുന്നത് അറിയോ? തർക്കങ്ങളും നമ്മൾ പറയാൻ പാടില്ല. വിവരമില്ലാത്ത വിഷയത്തിൽ തർക്കിക്കാൻ പാടില്ല. വെറുതെ തർക്കം ഉണ്ടാക്കൽ എന്തല്ല, നല്ലതല്ല. തർക്കം നല്ല സ്വഭാവമല്ല. എന്നിട്ട് അയാൾ എന്നെ വെറുതെ തർക്കം ഉണ്ടാക്കുക. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്കർ ചെല്ലണല്ലേ, അത് മുദ്രാവാക്യം മാതിരിയാണ്. ഇയാളെന്നെ പറയുകയും ചെയ്യാം. ആ രണ്ടും ഇട്ട് കൊടുക്ക്. ആദ്യം തർക്കിക്കണം നല്ലതല്ല എന്ന് പറഞ്ഞ തബ്ലീഗിന്റെ നേതാവിൻ്റെതാണ്, തലശ്ശേരി പള്ളിയിലെ ഖത്തീബാണ്. എന്നാൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ അതിനൊരു സുഖമുണ്ടാവും. പലപ്പോഴും കണ്ടതിനൊക്കെ എതിർക്കുക എന്നുള്ള അതിനെക്കുറിച്ച് തർക്കിക്കുക എന്നുള്ള സ്വഭാവമാണ് നമ്മുടെ അധികം ആളുകളുടെ സ്വഭാവം. അത് മാറ്റിയെടുക്കണം. തർക്കം ഏതായാലും നമുക്ക് നല്ലതല്ല.
ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ കാര്യത്തെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് വിവരമുള്ള ആളോട് പോയിട്ട് എന്താണ് ഞാൻ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതായിട്ട് കണ്ടു, എന്താണ് അതിന്റെ നിജസ്ഥിതി, ഇസ്ലാമുമായിട്ട് അതിന് വല്ല ബന്ധമുണ്ടോ എന്ന് ചോദിക്കൽ നമ്മുടെ ബാധ്യതയാണ്, അതിനെക്കുറിച്ച് പഠിക്കൽ ബാധ്യതയാണ്. അവ തർക്കം നല്ലതല്ല, പെട്ടെന്ന് കാണാൻ എടുക്കാൻ പാടില്ല, ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിച്ചന്വേഷിക്കണോ. നല്ല വാക്ക് കേട്ട നാളത്തെ വിലീകരണാല് കേട്ട നല്ല വാക്കാണല്ലോ. ഉള്ളിൽ ചെല്ലുമ്പോഴാ പണ്ട് കുഞ്ഞപ്പൊക്കെ പറഞ്ഞ മാതിരി തലകൊടയം വാങ്ങിയെന്ന് തിരിയാ. അതായത് സ്കൂളിട്ട് കുട്ടികൾ ഇങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ പതിനപ്പോൾ അല്ല ചൊറുക്കുള്ള മാങ്ങ ചുണ്ടിങ്ങനെ ചോദിട്ട് കണ്ട അപ്പൊ തന്നെ കടിക്കാൻ തോന്നും ആ സൈസ്. കണ്ടാന്നല്ല. അപ്പൊ കുഞ്ഞപ്പൊക്കനോട് ചോദിച്ചു, അല്ല കുഞ്ഞപ്പൊക്ക ഇത് ഓക്കെ കണ്ടിട്ടില്ലേ തലകൊടയം വാങ്ങിയാണ്. അല്ലാ അതൊക്കെ എന്റെ വില എന്ന് ചോദിച്ചു. വിലയൊക്കെ കൊടുത്ത് വാങ്ങി 2 കടി കണ്ട് കടിച്ച് പുള്ളിച്ചിട്ട് ഇതിങ്ങോട്ട് മനുഷ്യനെ പറ്റിക്ക. ഞാനപ്പോ തന്നെ പറഞ്ഞിട്ടില്ലേ എന്ത് തലകൊടയനാണ് കടിച്ചവർ തലകൊടയിൽ പുളിച്ചിട്ടേ. ഈ കോലത്ത് സംഗതി പുറമത് കാണുമ്പോഴൊക്കെ ഉഷാറാ, പക്ഷെ ഉള്ളിക്കെത്തുമ്പോഴല്ലേ. അപ്പൊ അതുകൊണ്ട് വാക്കിങ്ങനെ കേട്ടാ തർക്കിക്കരുത്, തർക്കം നല്ലതിനല്ല. അയാളെന്നെ തർക്കം ഉണ്ടാക്കി നോക്കി നിങ്ങൾ, ഇയാളെന്നെ ഉണ്ടാക്കിയ തർക്കം ഇട്ടു. പക്ഷെ ആ ദിക്റുകൾ തന്നെ ഏത് രൂപത്തിലാണല്ലോ ചെല്ലുന്നത്? നമ്മുടെ നാട്ടിലെ ദിക്റിന്റെ ശൈലി എന്താന്ന് പറഞ്ഞാല് സത്യത്തില് കേൾക്കുന്നവർക്ക് അത് ഒരു എന്തോ ഒരു മുദ്രാവാക്യത്തിന്റെ വിളി പോലെയാണ് തോന്നുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? സുഖമെല്ലാം തോന്നും. അല്ലാന്താ കാരണം മയ്യത്തുണ്ടോകുമ്പോ അങ്ങനെയല്ലോ. ഇത് വല്ല ധർമ്മയും വിക്കറ്റിങ്ങും നടത്തുമ്പോഴല്ല മാഷെ ഈ മുഷ്ടി ചുരുട്ടുക എന്ന് പറഞ്ഞ പരിപാടി. അത് ധർണക്കും വിക്കറ്റിങ്ങിനും സമ്മേളനത്തിനൊക്കെ ചിലപ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ധർമ്മക ഇപ്പോഴും ചിന്താഭാഗം പറയും. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ആരാ കൂട്ടു ചെയ്യുക? പൊന്നാരബിയമാര് ഞാൻ പറഞ്ഞ് ഓവറായിപ്പോയി, നിങ്ങൾ ക്ഷമിക്കുക. അത് ബലികാരൻ കേൾക്കണ്ട എന്താപ്പത്തെ ബലികാർക്ക് നല്ല മനുഷ്യന്മാരല്ലേ. ഐറ്റങ്ങളാ താടിയൊക്കെ വെച്ച് സ്കമോട്ട് ചിരിച്ചിങ്ങനെ പോണ കണ്ടെന്തോ നെയ്യിൽ നൂലിട്ട് വലിക്കണ മാതിരി പെരുമാറ്റവും സ്വഭാവവും. പള്ളിക്കന്ന് ഇറങ്ങിയിട്ടുണ്ട് റൂട്ടും പക്കത്തുനിന്ന് ദ്വാരക്കലല്ലോ. നല്ല മനുഷ്യന്മാരെ ചറക്കാൻ ഒന്ന് മൊല്ലാക്കാക്ക് വരണ്ട. ആ വിഷയം ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ചെല്ലുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളും കൂടി കബർക്ക് ഇങ്ങനെ എത്താൻ തോന്നും. ആ കോലത്തിലല്ലേ നമ്മൾ ദിക്റല്ലേ? ആ ദിക്റിനെ കുറിച്ചാണ് ഇപ്പൊ തബ്ലീഗ് മൗലവി പറയുന്നത്. അപ്പൊ മുജാഹിദാകട്ടെ ജമാഅത്താകട്ടെ തബ്ലീഗാകട്ടെ പറഞ്ഞത് മാറ്റി പറയാം, ഒന്നിനെതിരെ മറ്റു പറയാം എന്നുള്ളതിന് എല്ലാവരും തുല്യരാണ്. ഇനി കൂടുതൽ ക്ലിപ്പ് ഞാൻ ഇടുന്നില്ല. ഈ ഉദാഹരണത്തിന് 1-2 കൂടി കേട്ടോളൂ നിങ്ങൾ. ഇപ്പോ ഈ മന്ത്രത്തിനെ കുറിച്ച് ഇന്നലെ കേട്ടു എന്നല്ലോ. ഇതേപോലെ കൊണ്ട് മുജാഹിദും ജമാഅത്തും ഒക്കെ നമ്മളെ കളിയാക്കിയിരുന്ന എതിർക്കുന്ന പ്രശ്ന കണ്ണീർ തട്ടുക. അയ്യോ കണ്ണീർ എത്തിക്കണല്ലോ, ഒന്ന് മന്ത്രിച്ചൂതണോ? കണ്ണേറ് കേട്ടുകണേ നമ്മള്. മണ്ണേറും കേട്ടുകണേ. ഈ കണ്ണേറിന്റെ എത്താണ ഇങ്ങനെ മുജാദി വെച്ച് അങ്ങനെയൊന്നും ഇല്ല. എന്നിട്ട് അതിനുണ്ട് ചിലപ്പോൾ ഈ ആലപ്പുറത്തൊക്കെ ഉണ്ടാവുമല്ലോ, ഈ കുമ്പളങ്ങയൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പൊ അത് ആര് കണ്ണേറ് തട്ടണ്ടെന്ന് വിചാരിച്ച് പട്ടയും പാളയൊക്കെ എടുത്ത് മറിച്ചു വെക്കും നമ്മള് എന്നൊക്കെ പറഞ്ഞ് വളരെ ചീപ്പായിട്ട് കണ്ണേറിനെ കളിയാക്കി ഒരു കാലത്ത് മുജാഹിദ് മൗലവിമാർ ജമാഅത്തുകാരൊക്കെ. ഇപ്പൊ കുറച്ചിങ്ങനെ കഴിഞ്ഞ് നോക്കുമ്പോ അല്ലട്ടോ കണ്ണേറുണ്ട്, സംഗതി ഉണ്ട്. കണ്ണേറ് സത്യമാണ്. ഇപ്പൊ ഇവിടുന്ന് ഹദീസ് പണ്ടത്തെ കാര്യം നിങ്ങൾ പറ അതിനെ കളിയാക്കിയതാ. ഇപ്പൊ നേരെ തലതിരിച്ച് രണ്ടിട്ട് കൊടുക്ക്. ആദ്യം കുമ്പളങ്ങ പറഞ്ഞത് കേട്ടോട്ട് പറഞ്ഞ അവതരണം എനിക്കത് പറയാൻ വിഷമത്തിലുള്ളതുകൊണ്ടാണ് ഞാനത് ആ വാക്ക് പറയാഞ്ഞത്. ഇയാൾ വാക്കൊന്ന് ശ്രദ്ധിച്ചോളി നിങ്ങൾ ആ കുമ്പളങ്ങനെ പറ്റി പറയുമ്പോ. പിന്നെ കണ്ണേറ് അല്ലേ, നമ്മുടെ വീട്ടിന്റെ പരപ്പുറത്ത് ഒരു 5-6 കുമ്പളങ്ങ അല്ലെങ്കിൽ 5-6 വെള്ളരി അല്ല 5-6 മത്തൻ നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു അമൂട്ടിയാക്കയിൽ എങ്ങനെയാണ് പോകുമ്പോ എന്താ സൈനവാ എന്റെ കുമ്പളങ്ങൊക്കെ ഉഷാറായിട്ടുണ്ടല്ലോ. അമൂട്ടിയാക്ക വെറുതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ 1 വീണ് 2 വീണ് ആകെ മൊത്തം മുഴുവൻ പോയി. ആ മനുഷ്യന്റെ ഒരു നാവ്. എന്നിട്ട് പിന്നെ നാട്ടിലാകെ പാട്ടായി അമൂട്ടിയാക്ക ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ നോക്കിക്കോളുണ്ട്. അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെ ആളുകൾ അപ്പം എന്തെങ്കിലുമൊക്കെ ഇട്ട് മറച്ചു വെക്കും. എന്തെങ്കിലും ഒരു മപ്പൻ ഉണ്ടായാൽ അതിന്റെ മുകളിൽ പട്ടയും പാളയൊക്കെ കൊണ്ടുവന്ന് വെക്കും. എന്തിനാ? കണ്ടാ വല്ലോനും പറഞ്ഞളയും. അപ്പൊ നാവേറ് തട്ടും. നാവ് കൊണ്ടുള്ള ഏറ്, കല്ലുകൊണ്ടുള്ള ഏറും വാളുകൊണ്ടുള്ള ഏറും ഒക്കെ കേട്ടിട്ടുണ്ട്. നാവ് കൊണ്ടുള്ള ഏറുണ്ട്, നാവേറ്. പിന്നെ കണ്ണുകൊണ്ടുള്ള ഏറുണ്ട്, അതാണ് കണ്ണേറ്. ഇതാ
ഇങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നമ്മൾ ഹൈറും ഷെറും അള്ളാഹുവാണ് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മയും തിന്മയും വരുത്താൻ പടച്ചവനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരാളൊന്ന് നോക്കിയത് കൊണ്ടോ ഒരാളൊന്ന് എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടോ നമ്മുടെ സാധനത്തിന് ഒരു ദോഷം വരില്ല. അവ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ പരിപാടി എന്നെ ദുഞ്ഞാവരില്ല. അതിനാണ് ഇപ്പൊ ഒക്കെ പറഞ്ഞത്. ഓ നബീസോ നിങ്ങള് കുമ്പളങ്ങനെ വെച്ചിട്ടൊക്കെ പറഞ്ഞത് ആ കോലത്തിൽ. എന്നാൽ മൗലിമാർ ഇപ്പൊ എവിടെ എത്തിയറിങ്ങള് അത് വാരിസ്മാരി പറഞ്ഞോട്ടെ ഇട്ടുകൊടുക്ക്. കണ്ണീറുണ്ടോ അല്ലേ അരിസൂതുണ്ട്. താങ്കളെ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മിൻ ശർരി കുല്ലി നഫ്സിൻ, അതേപോലെ എല്ലാ ഷർറിൽ നിന്നും ഔ ഐനി ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേറ് ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേക്കോല ഉണ്ടാക്കിയൊക്കെ അല്ല വേണ്ട, അത് ഹറാമായ ചികിത്സ. പഠിപ്പിച്ച ചികിത്സ പഠിപ്പിച്ച അത് ചില്ല. ഇങ്ങനെയാണ് മതി. സംഗതി ഉണ്ടോ കണ്ണേറ് അത് സത്യമാണ്. മറ്റോ പട്ടി പാടി വെച്ചിട്ട് വളരെ മോശമാക്കിയിട്ട് ഇത് അതേ സമയത്താണെങ്കിലും ഇത് ഹദീസാണ്. ഞാൻ ഇനി തുടക്കത്തിൽ വേണം മുജാഹിദ് പ്രസ്ഥാനം പണ്ടെന്തോ പഠിപ്പിച്ചത് അത് മാറ്റാതെ തിരുത്താതെ അങ്ങനെ തന്നെ പറയുന്ന പ്രസ്ഥാനമാണ്. അങ്ങനെ പറയങ്ങൾക്ക് അത് കൂട്ടും. തിരുത്തിന് വേറെ ഭാഗത്ത് കൂടെ അങ്ങനെ തിരുത്തി കൂട്ടും ചെയ്യും. ഇത് മാത്രമല്ല, വിശ്വാസത്തിന് തൗഹീദിന് ചുരുക്കൂലപ്പത് വേറെ കർമ്മത്തിൽ ആചാരത്തിലല്ല, അടിസ്ഥാനപരമായ തൗഹീദിൽ തന്നെ മാറ്റം വന്നു. പതിപ്പെട്ട ആള് സിഹിർ, ഗൂഢോത്രം, തകിടുമ പണിയെടുക്കുക, കോഴിമുട്ടമ പണിയെടുക്കുക, അങ്ങനെ മരത്ത് മാനിടിച്ചു കൊണ്ടിടുക. ഇപ്പൊ ഇന്നലെ വസത്തിലുണ്ട് നിങ്ങൾ ഖബർസ്ഥാന്റെ പുതിയ മയ്യത്ത് വന്നുകൂടി പറഞ്ഞിക്കാട് ഭയങ്കര പ്രശ്നം കുരുമാരും അവസാനം പുതിയ കവർ വന്നിരുന്ന തെരഞ്ഞെടുത്ത് പോകുമ്പോ തോർത്തുണ്ടോട് ഉണ്ടാക്കിയ കുട്ടിയാണല്ലോ. അത് മനുഷ്യന്മാരെ കോലത്തിലുണ്ടാക്കിയിട്ട് ആണി അടിച്ചിട്ട് വെള്ളരി കൊണ്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഏർപ്പാട് ചില ആളുകൾക്ക് നോക്കണം. ഇവിടെ ഈ കോലത്തിന് വ്യക്തമായി സിഹിർ എന്ന സാധനം ഇതുണ്ട് എന്ന് ഉറപ്പാ. നിങ്ങൾ നിശ്ചയിച്ചിട്ട് കാര്യമില്ല. അള്ളാന്റെ റസൂല് വരെ ബാധിച്ചില്ല സിഹിർ. അവസാനം ജൂതന്റെ കിണറ്റിൽ പോയി ആ കിണറ്റിൽ ഈത്തപ്പനയുടെ കൂമ്പിന്റെ ഉള്ളില് മുള്ളടക്കം തറച്ചു വെച്ച് റസൂർലാക്ക് വേണ്ടി സിഹിർ ചെയ്തില്ലേ, മുടിക്കട്ടടക്കം കൂടിയിട്ട്. റസൂർലാക്ക് ആകെ ഒരു അന്തമിട്ടുണ്ടായില്ലേ, കുലറബിൽ ഫലക്കോട് മന്ത്രിച്ചൂതൻ അള്ളാഹുവിനെ കൽപ്പിച്ചില്ലേ. റസൂർലാക്ക് പോലും സിഹിർ ബാധിച്ചെങ്കിൽ എന്റെ തൈ ഒന്നേക്കാൾ പേര് മൗലിമാർക്ക് നിങ്ങൾ. ഈ സിഹിറിനെ പറ്റിയിട്ട് ഇത്രയും കാലം മുജാഹിദ് ജമാഅത്തും അത് അന്ധവിശ്വാസം, അനാചാരം, ഖുറാഫാത്ത്, വിദ്യാഭ്യാസമില്ലാത്ത കാലഘട്ടത്തിൽ അങ്ങനെ കുറെ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ സിഹിറൊന്നുമില്ല എന്ന് പ്രസംഗം സെക്രട്ടറിന്റെ നിങ്ങൾക്ക് കേൾക്കാം. അതേ മൗലവി വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ സിഹിറുണ്ടെങ്കിൽ എനിക്കും ചെയ്തുകൂടി ആണ് പറ്റട്ടെ. ഒരു ചീത്ത എൻ്റെ അടുത്തേക്ക് വരൂല. എന്നിട്ട് ഞാൻ ഈ പാറാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മുപ്പർക്ക് വേള്. പാറാലിൽ ഇറങ്ങണേന് പകരം എവിടെയും പോയിട്ട് ഇറങ്ങട്ടെ ഞാൻ. 1000 ചീത്തമാർ ഒരുമിച്ച് വന്നാലും ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല. പിന്നെ ചീത്താനകത്തേക്ക് ചീത്താൻ കയറൂലല്ലോ. ഞാൻ പറയാ ഉപ്പര് പണം അങ്ങനെയാണ്. ആ കോലത്തിന് നല്ല വെല്ലുവിളി നടത്തുക. എന്നിട്ട് ഞാൻ പറയാം, അങ്ങനെ വല്ല കഴിവും ചെയ്ത്താനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഗൾഫിൽ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിന് ഇത്ര പൈസ ചെലവാക്കി പട്ടാളക്കാരെ വിടണോ? ചീത്തമാരോട് വിട്ടാ പോരെ? നിങ്ങൾ വെറുതെ പൈസ മുടക്കണോ? കാർഗിൽക്കൊക്കെ ആളെ വിട്ടാ പോരെ? കേൾക്കുമ്പോ തോന്നും ആ ശരി നീ പറഞ്ഞത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോഴേക്ക് വന്ന് പറയാം സിഹിർ യാഥാർത്ഥ്യമാണ്, സിഹിർ യാഥാർത്ഥ്യമുണ്ട്, അത് ഫലപ്പെടും. അതുകൊണ്ടല്ലേ ഈ മാരകമായ 7 കുറ്റങ്ങളെ കൂട്ടത്തിൽ വൻ ദോഷങ്ങൾ കൊണ്ട് സിഹിർ തന്നെയത്. അപ്പൊ എവിടെ വഴി കിട്ടിയത് നോക്കിയോളൂ. ഒരു മനുഷ്യനാ രണ്ടും പറയണത്. ഇതെങ്ങനെ സത്യപ്രസ്ഥാനവും? എന്നിട്ട് പറയാം തുടക്കത്തിൽ എന്ത് പറഞ്ഞു അതാണ് ഇപ്പോഴും പറയുന്നത്. അതിന് ഭ്രാന്ത് എന്നല്ല, എന്താ പറയാറ് കാര്യങ്ങൾ രണ്ടൊന്നും ഇട്ട് കൊടുക്കും. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലാന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെറുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇതിനെതിരെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാണ്. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ സീർ ചെയ്തൂടെ? അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്ക് എത്രയും പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? ചിലപ്പോൾ പറയുന്നത് അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ടാൽ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിരിക്കാതൊക്കെ എന്ന് പറയാം. അതിനല്ല എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാലിക്ക് വന്ന് ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകണ്ട ചങ്ങായി, മോൻ അവിടെ എത്താതെ തട്ടിത്തിരിഞ്ഞ് എവിടെയെങ്കിലും എത്തുമെന്ന് വിചാരിച്ചാൽ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ വലിയ സിഹിർ ചെയ്താൽ പോരെ.
അറബ് രാഷ്ട്രങ്ങളൊക്കെ പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. നമ്മൾ ഇസ്രായേലിനെ സിഹർ ചെയ്താൽ പോലെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന്റെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്നവരാണ് സിഹിർ വലിക്കോ വലിക്കോ ഇതിനെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഈ ഇതേ ആരോപണത്തിന് ഓൻ തന്നെ കളിയൊക്കെ ഉണ്ട്. ഏത് എനിക്ക് ചില ആൾക്കാർ വെല്ലുവിളിക്കും, സിറിയ നിൽക്കുക, കാരണം അത് മോശമല്ലേ, അത് തെറ്റായി, ഞാൻ കാഫറായിട്ട് ഒറ്റക്ക് നിൽക്കണം. ഇയാളെ വെല്ലുവിളിക്ക് ഇയാളെന്നെ മറുപടി പറയാം. എന്നാലോചിച്ചോക്കാ നിങ്ങൾ, മുമ്പ് വടക്ക് ഭാഗത്തേത് ഒരാളെ പേര് എനിക്ക് ഓർമ്മയല്ല, ഒരാളുണ്ടായിരുന്നല്ലോ, ഏത് ഇലക്ഷനും മത്സരിക്കുന്നതാണ്, എല്ലാത്തിനും ഒക്കെ തോൽക്കും ചെയ്യും, ഉറപ്പന്നെ തോൽക്കുന്നു. ഇയാൾക്കാണെങ്കിൽ നടക്കാൻ ആളുണ്ടാവില്ല ഒപ്പം. അപ്പൊ ഇയാൾ എന്താ ചെയ്യുക, ഓട്ടോറിക്ഷന് മേലെ മൈക്രോൺ കിട്ടുന്നതാണ്, കെട്ടി റെയിൽവേ ഗേറ്റ് അടക്കുമ്പോൾ മുമ്പ് തന്നെ വീട്ടാണ് നിൽക്കുമല്ലോ. അങ്ങനെ ഗേറ്റ് ഇങ്ങോട്ട് തുറന്നാൽ ഉടനെ തന്നെ ഇതാ ഈ രാജ്യത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ നേതാവ് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടെ കടന്നു വരുന്നു എന്ന് ഇയാൾ വണ്ടി മുമ്പിൽ വിടുക. അപ്പൊ എന്താ, റെയിൽവേ ഗേറ്റിന് ബ്ലോക്കായ കുറെ വണ്ടി ഇയാളെ വേക്കുണ്ടാവുമല്ലോ. ഇത് മാതിരി ഇയാൾ ഇയാളെ വെല്ലുവിളി ഇയാളെന്നെ ഗണ്ണിക്കേട്ട് ഇട്ടുകൊടുക്കും. സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിന് എണ്ണിയത്, അല്ലേ? ഒന്നാമത്തെ വൻ പാപം ശരിക്കും, രണ്ടാമത്തേതാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അത് യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും, എനിക്ക് ചെയ്യട്ടെ, നിങ്ങൾക്ക് ചെയ്യട്ടെ, എനിക്കില്ല, നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫറാവൂലേ? ഒരാൾ കാഫറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുമോ? ഞാൻ സിഹിറിൽ വിശ്വസിക്കില്ല, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫറാവോ? ഏതോ കാഫറാവും, വലിയ കുറ്റാണത്. സാഹിറിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സുല്ലമി ചോദിക്കണ്ട്, ഇങ്ങനെ കുത്തട്ടെ, ഇങ്ങനെ നുള്ളട്ടെ, എന്റെ പേനൊന്ന് നീക്കട്ടെ. യുക്തിവാദികൾ വെല്ലുവിളിക്കലുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പടച്ചുണ്ടെങ്കിൽ ഈ പേന അങ്ങോട്ട് നീക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പടച്ചുണ്ടെങ്കിൽ ഈ മൈക്കെന്ന് അങ്ങോട്ട് നീക്കട്ടെ. അതിന്റെ അർത്ഥം പടച്ചമല്ലാണാ തന്നെ? ഈ ജാതി പൊട്ട വെല്ലുവിളിയാ നടത്തുന്നത്. യുക്തിവാദികൾ അങ്ങനെ എന്തെല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ട്. ഈ ജാതി പൊട്ട വെല്ലുവിളി ആരെ നടത്തി? തന്നെ അതെ ഇക്കസ്ഥാ ആരാ നടത്തി? നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ച്. ഞാൻ അങ്ങനെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ആലോചിക്കലുണ്ട്. അതായത് എങ്ങനെയാണ് ഇപ്പൊ ഈറ്റകളൊക്കെ ബേക്കിലും ബുദ്ധിയുള്ള മനുഷ്യന്മാർ നിൽക്കുക? വലിയ ബുദ്ധി വേണ്ട, ഒരു LP സ്കൂളിലെ മാഷായാലെങ്കിലും വലിയ ബേക്കിൽ പിന്നെ നിൽക്കൂല. അല്ല, ചിന്തിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒഴിഞ്ഞുങ്ങൾ ആലോചിക്കുക. ഞാൻ പറയുന്ന തമാശയുടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചില ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ നീച്ചിലുണ്ടാകുക. ഒരാൾ വെല്ലുവിളിക്കുക, അയാളെ മറുപടി നമ്മുടെ ഇവിടെ ഇതിന്റെ ഒക്കെ മാതിരി ഇങ്ങനെ സ്വന്തം പറഞ്ഞിട്ട് അയാളിനെ പുറത്തും പറയുകയാണെങ്കിൽ എന്താ അർത്ഥം? എന്നൊരു പൊട്ട വെല്ലുവിളി. ആരെ പറ്റിയിട്ട്? ഇയാളെ വലിയ കുറിച്ചിട്ടാണ് ഈ പൊട്ട വെല്ലുവിളി അറിയണത്. എന്നിട്ട് അയാളെ ബേക്ക് നിൽക്കണത് അതിനേക്കാളും വലിയ പൊട്ടന്മാരുന്നല്ല. ആലോചിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ആള് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എന്നോടല്ല പറയണ്ടേ, അല്ല നേതാവാക്കിയവരോടാന്ന് പറഞ്ഞ ആ വിഷയം. ഈ കൂടെ നിൽക്കുന്ന മനുഷ്യന്മാർ എന്നിട്ട് പറയുന്നു ഞങ്ങൾ പണ്ടെന്തോ പറഞ്ഞത് ഇതൊരു മാറ്റിയിട്ടില്ല. നരമ്പൊന്ന് പടച്ചു കിട്ടുന്നല്ലാതെ സംഗതി ഇതൊക്കെ മാറ്റി തന്നെയല്ലേ. മാറ്റിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞോളി. അത് സുഖമില്ലാത്തവർ അങ്ങനെ തന്നെ. എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്നുള്ള പറയും. നിങ്ങൾക്ക് ഭ്രാന്ത്, എനിക്ക് ഭ്രാന്തോന്നും, എന്റെ കൈമേലും കഴിച്ചിട്ടേ ഒരു കുഴപ്പം എനിക്കില്ല, ഭ്രാന്തില്ല. തെളിക്കാടപ്പ അത് ഞമ്മക്ക് ഭ്രാന്താണെന്ന് ഓൻ തോന്നി പോവുകയാണ്. ഇതേപോലെ ഇത് അടിസ്ഥാനപരമായിട്ട് തന്നെ എപ്പോൾ ഉദാഹരണത്തിന് നോക്കിക്കോളി നിങ്ങൾ, നമ്മളെ ഷാർജ ഷീഖ് നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇത് നമ്മളെ എന്താ പറയാ ഹുസൈൻ സലഫി, അയാളുടെ ഒരു വാല്യൂ പറയണ് ഓയിബ് മറിഞ്ഞ കാര്യം അത് അള്ളാഹ്ക്ക് മാത്രം അറിയാം. ഇനി അമ്പ്യാക്കന്മാർക്ക് ചിലർക്കൊക്കെ അള്ളാഹിന് കൈ കൊടുത്താൽ തന്നെ വേറെ ഒരാളിന് കൂട്ടാൻ പറ്റൂല. ഔലിയാക്കന്മാർക്കൊന്നും ഒരു കൂട്ടാൻ പറ്റൂല, അമ്പ്യാക്കൻ റസൂലുള്ളാഹിനെ മാത്രം. അതേ സമയത്ത് വേറെ ഒരു പറയുന്നുണ്ട് ബല്യമാക്ക് അടക്കം അറിയുന്നു. ഇത് എന്തൊരു പ്രസ്ഥാനങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് നിഷ്പക്ഷമായി ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. ഒന്നിട്ട് കൊടുക്കും ആദ്യം നമ്മളെ സർക്കിസ്ഥാന്റെ വേണമെന്ന്, എന്നിട്ട് പിന്നെ മറ്റേ ഇട്ട് കൊടുക്കാം. എടുത്തോളി. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് തന്നെ കുറെ മറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ? പറഞ്ഞു തന്നു. അതെവിടുന്ന കിട്ടിയത്? അള്ളാഹുവിന്റെ വഹി കിട്ടുമ്പോ ആരല്ല പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകന്മാർക്ക് മാത്രം അറിയിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളിൽ വേറെ മഹാന്മാരെയൊന്നും ഉൾക്കൊള്ളിക്കാറില്ല. ഇവിടെ ഔലിയാക്കന്മാരായ ആൾക്കാർക്ക് കൈപറിയുമെന്നാണല്ലോ ഇപ്പൊ ഇന്നത്തെ ചർച്ചക്കാരൻ. ഇന്ന് അമ്പിയാക്കൾ ആരുമില്ല. ഇന്ന് ഔലിയാക്കന്മാരായ ആളുകൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാനും പറയാനും കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുമെന്ന വിശ്വാസമാണല്ലോ ഇന്ന് നിലവിലുള്ളത്. എങ്കിൽ അതിന് ഖുർആനിൽ വല്ല തെളിവുണ്ടോ? ഖുർആനിൽ പറയുന്നത് അള്ളയാണ് മറഞ്ഞ കാര്യം അറിവുള്ളവൻ.
എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ചില പ്രവാചകന്മാർക്ക് അള്ളാഹു തആല അറിയിച്ചു കൊടുക്കും. പ്രവാചകന്മാർക്ക് അള്ളാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ മനുഷ്യരിൽപ്പെട്ട ദൂതന്മാരും മലക്കുകളിൽപ്പെട്ട ദൂതന്മാരും കൊടുക്കും. മലക്കുകളിലും റസൂലുണ്ട്, മനുഷ്യരിലും റസൂലുണ്ട്. ഇവർക്ക് അള്ളാഹു തആല ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കും എന്നല്ലാതെ വേറെ ആരും അതിൽ പെടുകയില്ല. അതൊരു സംശയമില്ല ആവശ്യമായിട്ട്. അപ്പോ അള്ളാഹു തആല കൊടുത്താൽ തന്നെ നബിക്ക് അതിന്റെ അപ്പുറം ഒരു ഔലിയാക്കന്മാരിൽ പങ്കെടുക്കാൻ പറ്റൂല. അങ്ങനെ ആർക്കും മറിഞ്ഞക്കാരെ അറിയില്ല, അതിന് കൂട്ടാൻ പാടില്ല. നമ്മൾ അതിനെക്കൂടെ മോരി പറയട്ടെ. ഇയാള് പറഞ്ഞ നിങ്ങള് വല്യമ്മാക്ക് അള്ളാഹു തആല അങ്ങനെ കൈ കൊടുക്കും, 5 നേരം നിസ്കരിക്കണേ, നോൻപ് കൊടുക്കണേ, വേണ്ടാത്തൊന്നും ചെയ്യാൻ പോകാത്ത വല്യമ്മ നട്ടപ്പാതിരാക്ക് എണീറ്റ് നിന്നിട്ട് മക്കളെ എല്ലാവരും ഇല്ല ഇവിടെ നിങ്ങൾ ചോദിക്കുക എന്താണ്? എല്ലാവരും ഇല്ലേ? കുറച്ച് കഴിയുമ്പോൾ അതാ റിയാദില് 2ാമത്തെ മകന് വാഹനാപകടം സംഭവിച്ചിരിക്കണല്ലോ. ഒന്നുമല്ല, അത് അള്ള കൊടുക്കുന്ന ഒരു ആദരവാ. ഈ ആദരവിന്റെ പേരാണ് കറാമത്ത്. അവിടെ വിഷയോ ഇതാണ് ഇൽമുൽ ഗൈബ് എന്ന് പറഞ്ഞാലേ. ഇത് ഞാൻ പറയണ്ട മൗലവി എന്നാണ് പറഞ്ഞോട്ടെ. ചിലത് അള്ളാഹു നമുക്ക് പ്രായം ചെന്നവർക്കൊക്കെ അറിയിച്ചു കൊടുക്കും. അതെന്താ അറിയോ? എന്താ? ഒരാദരവാ, ഒരു ബഹുമാനമാണ്. അത് നമ്മളെ കാര്യം നേടാനല്ല. ചിലപ്പോ കണ്ടില്ലേ ഉമ്മ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കണേ, എന്റെ ഉമ്മങ്ങൾ 3 മണിക്ക് എഴുന്നേറ്റിരിക്കണേ, ഒന്നുമില്ല. എന്തേ? ഒന്നുമില്ല, ഒരു ക്ഷീണം പോലെ. നമ്മളെ മക്കളൊക്കെ അല്ലേ ഇവിടെ, എല്ലാവരും ഉണ്ടമ്മ അവിടെ. ഇതെന്തേ? ഒന്നുമില്ല. നമ്മൾ ആർക്കെങ്കിലും എന്തോ പറ്റിയണോ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയണോ? അല്ല മങ്ങൾ കടന്നോളിമ്മ, കുറച്ച് കഴിഞ്ഞാൽ ഒരു ഫോൺ വരും, റിയാദിലുള്ള 2ാമത്തെ മകൻ അപകടം പറ്റിയിട്ടുള്ളൊരു വിവരമുണ്ട്. ഒന്നുമില്ല, അള്ളാഹുവിന്റെ ഒരു ആദരവാ, ബഹുമാന. 5 നേരം നിസ്കരിച്ചണേ, ആളുകളെ പൈസ തിന്നാത്ത മഞ്ഞയായിട്ട് ജീവിക്കുന്ന ഒരു ഉമ്മാക്ക് അള്ളാഹിന്റെ ആദരവ് കൊടുക്കണം. അതില്ല എന്നല്ല പറഞ്ഞത്. ഈ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം ഈ വരാണ്ടോ? നമുക്ക് ചോദിക്കാൻ തന്നെയാണ്. എന്തെങ്കിലും നഷ്ടം വരാണ്ടോ? മൊയ്തീൻ ശേഖിന് വൈബ് അറിയുന്നു പറഞ്ഞോണ്ട് നിങ്ങൾക്ക് എന്റെ നഷ്ടം വരാനുള്ളത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കൽമാഞ്ഞ നിങ്ങളുടെ കൽഭാഗമെന്നോവര്. ഇതുകൊണ്ട് നിങ്ങൾക്ക് വല്ല നഷ്ടം വരാണ്ടോ? വിജയ് സെന്ററിൽ വല്ല ബോംബും വൈറ് പൂട്ടുമോ? അത് ജമാഅത്തെ സോൾട്ടാച്ചിക്ക് വല്ല കളറും വരുമോ? നിങ്ങളാരും ചോദിക്കാനി. അതുപോലെ തന്നെ മറ്റ് അമ്പിയാക്കൾക്ക് മടവൂർ ശേഖരൻ പറഞ്ഞ കാര്യം അറിയും. നിങ്ങൾക്ക് എന്താ കുഴപ്പോ? അപ്പൊ ഒരു മോരി പറയാ കഴിയൂല, മറ്റേ പറയാ കഴിയും, എന്നിട്ട് മറ്റേ പറയാം ഒരു മോറ്റും ഇതുവരെ വെച്ചിട്ടില്ല. എന്തിനേരം അള്ളാന്റെ റസൂൽ ജനിച്ച മാസം റബീഉൽ സെപ്റ്റംബറോ ഏതാ? അത് ഒരു മോരി പറയാ റബീഉൽ, മറ്റേ മോരി പറയാ റമളാനില്ല. രസം ഇട്ട് കൊടുക്കുന്നത് അനസിന്റെ ഇട്ട് കൊടുക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അത് നമ്മൾ എതിർക്കാൻ വേണ്ടി പറയണം, ആയിക്കോട്ടെ. എന്നാൽ ബാലു മൗലവി ഇന്ന് നമ്മൾ സലാം പറഞ്ഞില്ലായിരുന്ന മൗലവി ഉണ്ടല്ലോ, ആ മൗലവി പറയണ കേട്ടോളൂ നിങ്ങൾ ആധികാരികമായിട്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്ന് എഴുന്നേറ്റ് നിന്ന് പറയാൻ ധൈര്യമുള്ള ആരുണ്ട് ഈ സദസ്സിൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റബീഉൽ അവ്വൽ 12-നാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവുമില്ല. യാതൊരു തെളിവുമില്ല. പക്ഷെ മരിച്ചതെന്നാണെന്നതിന് എല്ലാ തെളിവും. ജനിച്ചതെന്നാണ് എന്നതിന് 12-ലധികം 20ഓളം അഭിപ്രായം എന്നാ പറയുന്നത്. 20ഓളം അഭിപ്രായങ്ങളാണ് പ്രവാചക തിരുമേനി ജനിച്ച ദിവസത്തെ കുറിച്ചുള്ളത്. അന്ന് തന്നെയാണോ അല്ലേ എന്ന് വ്യത്യസ്തം. എന്നാൽ മരിച്ചത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണെന്നുള്ളതിൽ മുസ്ലിം ലോകത്താർക്കും എതിരഭിപ്രായമില്ല. അനസ് പറഞ്ഞതിന്റെ നേരെ എതിര് ഈ ധൈര്യമുള്ളവരുണ്ടോ? അനസ് മൗലവി ഉണ്ടെങ്കിൽ ഓരമ്മിലായിക്കൊള്ളതിന് നിങ്ങൾ ഇത് ഇവരെ തന്നെ പറയണത്. അതായത് എന്നിട്ട് മൗലവി പറയാ ഈ കാലം വരെ പറഞ്ഞത് മാറ്റി പറഞ്ഞ ചരിത്രം ഞങ്ങൾക്കില്ല. ഇത് എന്തപ്പത് നമ്മൾ പറയാ മറുപടി? ഇത് പണ്ട് ദല്ലാലി പറഞ്ഞ വർത്താനാണ്. അതായത് പയ്യനെങ്ങനെ കച്ചവടമാക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ടും വിറ്റ് പോകണില്ല. അവസാനം ദല്ലാലി ഞാൻ വിറ്റാനാണ് പോകേണ്ടത്. കേൾക്കണം നിങ്ങൾ. ഇത് നല്ല വകയാണ്. ഇതിന്റെ തള്ളുണ്ടല്ലോ 25 ലിറ്റർ കറക്കണ ജാതിയാണ്. ഒരു ബക്കറ്റ് വെള്ളം വെച്ചു കൊടുത്തല്ല അങ്ങനെ തന്നെ. ആർക്കത് വേണ്ടത് വെച്ചു? റഹ്മാനായ റബ്ബേ, ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ഒന്നായിട്ട് കുടിക്കണതാണെങ്കിൽ പാല് ഉറപ്പന്നെയല്ലേ. മാത്രമല്ല ഇതിന്റെ തള്ളക്ക് 25 ലിറ്റർ കറക്കും ചെയ്യുന്ന പറഞ്ഞേ കച്ചവടം ചെയ്യാണ്. പതിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ബക്കറ്റ് വെള്ളം അങ്ങോട്ട് വെച്ചു കൊടുത്തപ്പോ മുജാഹിദ് മൗലവിക്ക് ചോദ്യം കൊടുത്ത മാതിരി ഇങ്ങോട്ട് തിരിച്ചു കളിയാണ്. അവസാനം വന്നിട്ട് എന്ത് പണിയാ ബോക്കങ്ങൾ കാട്ടി. എന്ത് ഒരു ബക്കറ്റ് വെള്ളം വെച്ചു കൊടുത്ത അങ്ങനെ തന്നെ വന്നിട്ട് എനിക്ക് മനസ്സിലാക്കിയത് തെറ്റിയതാ. എന്ത് ഞാൻ പറഞ്ഞത് ഒരു ബക്കറ്റ് വെള്ളം വെച്ചു കൊടുത്താൽ അത് അങ്ങനെ ഉണ്ടാവുന്നതോടും കൂടി ഇല്ല. ഇജ്ജ് മനസ്സിലാക്കിയ ഒരു ബക്കറ്റ് അങ്ങനെ കുടിക്കുന്ന എന്റെ കുഴപ്പമല്ല. ഇതുപോലെ ഞങ്ങൾ പറഞ്ഞത് പ്രായം മാറ്റി പറയൂല, അത് മാറ്റൂല. പക്ഷെ ഇതിങ്ങനെ മാറ്റിയുണ്ട്, അത് ഞാൻ ഉത്തരവാദിയല്ല.
നിങ്ങൾ സത്യം പറഞ്ഞ കുറച്ച് ചിന്തിക്കണ ആളുകൾ മുജാഹിദിനും ജമാഅത്തും ഉണ്ടെങ്കിൽ ആലോചിക്കും, ഇവരെ കൂടെ നിന്നാൽ ആഹർത്തൊക്കെ എത്തുമ്പോൾ മാറ്റൂലേ? കാരണം കുട്ടിയായി പഠിച്ച അന്നത്തോ അല്ല ബാപ്പിയായപ്പം, ബാപ്പിയാതല്ല വല്യപ്പയായപ്പം, അപ്പൊ ഇനി മണ്ണിൽ പോയാൽ പിന്നെ മാറ്റൂലേ? നമ്മൾ എന്റെ ഒപ്പം നിൽക്കുക. അപ്പൊ മൗലിമാർക്ക് തോന്നി ബുദ്ധിയുള്ള ആളുകൾ പാർട്ടിയിൽ പോകാൻ സാധ്യത ഉണ്ട്. ഉടനെ മീറ്റിംഗ് വിളിച്ച് എന്താ തീരുമാനം എന്നറിയോ? TP അബ്ദുള്ള കോയ അതിന്റെ ഒരു പ്രഖ്യാപനം, നാം ഒരു പ്രതിസന്ധിയുടെ പക്കലാണ് നിൽക്കുന്നത്, ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഈ നിങ്ങൾ അഥവാ പടച്ചോൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കുക. എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചാൽ, പടച്ചോനെ ഞങ്ങൾക്ക് വിവരമില്ലായിട്ടാണ്, ഞങ്ങൾ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അതിനൊപ്പം ഇരുന്നതാണ് പറഞ്ഞാൽ നിങ്ങളെ കാര്യം പരലോകത്ത് ഞങ്ങളെ ഏറ്റോളാൻ പടച്ചോനെ. പള്ളിയിലെ അച്ഛന്മാർക്കുണ്ടോരെ ചിലപ്പോ ഇങ്ങനെ ഒരു ഏറ്റെടുക്കുകയോ അങ്ങനെ പറയണ കേൾക്കാം. മാത്രല്ല ആളുകൾ ചെയ്ത പാപം സ്വയം ഏറ്റെടുത്തുകൊണ്ടാണ് യേശു ക്രൂശിക്കപ്പെട്ടത് കുരിശിൽ എന്നാണ് ക്രൈസ്തവയുടെ തത്വം പഠിപ്പിക്കുന്നത്. എന്നാൽ വിദായി പ്രസ്ഥാനത്തിന്റെ തത്വം അങ്ങനെ തന്നെ. നേതാവ് ഏറ്റെടുക്കുന്നു, കേട്ടോളൂ ആ പ്രസംഗം. മറ്റേ മോൽ വിട്ടുകൊടുക്കുകയാണ് മൂത്ര പ്രസംഗം. ബഹുമാനായ TP അബ്ദുള്ള കോയ മദനി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അറിവുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴികേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ ജമീയത്തുലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. ഒരാളെ കുറ്റം മറ്റൊരാൾക്ക് വഹിക്കാൻ കഴിയില്ല എന്ന ആയത്ത് വിഴുങ്ങിപ്പോയോ? ഇങ്ങനൊരു കുറ്റമേറ്റെടുക്കുന്ന ഏർപ്പാട്, ഇങ്ങനൊരു കർത്താവ് വന്നിട്ട് കുഞ്ഞാടുകളെ കർത്തിച്ച് കുറ്റമേറ്റെടുക്കുന്ന ഏർപ്പാട് ഇസ്ലാമിലുണ്ടോ? അത് പൗരോഹിത്യമല്ലേ? കുറ്റമെന്ന വാഹനേമിൽ അച്ഛനില്ല ഞാൻ കയറി തങ്ങളോടന്യായം സയ്യിദി ഖൈറൻ നബി. നബിയെ ദോഷം കൊടുക്കണമെന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല. ഞാൻ കണക്കില്ലാത്ത തെറ്റു ചെയ്ത നബിയെ, ആ തെറ്റുകാരനായി ഇതാ വന്നിരിക്കുന്നു, വേണ്ടതങ്ങ് ചെയ്തു തരണേ, അള്ളാനോട് പറഞ്ഞിട്ടതൊന്ന് പൊറപ്പിച്ചു തരണേ. ഇങ്ങനെ റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചാൽ ശിർക്ക്, മങ്കൂസ് മൗലൂദ് ശിർക്ക്, അത് ചെല്ലിയൽ ഇസ്ലാമെന്ന് പുറത്ത്. അതേ സമയത്ത് ഇതാ എല്ലാ പ്രവർത്തകന്മാരുടെയും ചെയ്തിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും ഹോൾസെയിലായിട്ട് നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഇത് ഇസ്ലാമല്ല, ഇത് പൗരോഹിത്യമാണ്, ഇത് ജൂദായിസമാണ്, ഇത് ക്രിസ്ത്യാനിസമാണ്. ആ തങ്ങളിലേക്കൊക്കെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്ന ആളുകൾ വരുമ്പോ നിങ്ങളെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന അമിതമായി കളവ് പറയുന്ന ആളുകൾ ശേഷം വരുമെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസാണ്. നിങ്ങളോ നിങ്ങളെ പൂർവിക പിതാക്കളോ കേൾക്കാത്ത പുതിയ വാദഗതിയുമായിട്ട് വരുമ്പോ പയ്യാകും നിങ്ങളവരെ ശ്രദ്ധിച്ചോ, അവരുമായി വിട്ടിരുന്നോ. ും നിങ്ങളെ പഴപ്പിക്കാൻ ഇടപെടരുത്, നിങ്ങളെ ഫിത്നയിൽ അകപ്പെടാൻ ഇടപെടരുത്. അതിനാ പഴയകാല സുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യത്തിലൂടെ, മഹാന്മാരുടെ റൂട്ടിലൂടെ, മഹാന്മാരെ ബഹുമാനിച്ചാദരിച്ചുകൊണ്ട് ഇമാമികൾ കാണിച്ചു തന്ന, ഷാഫി ഇമാമ് കാണിച്ച, ഹംബലി ഇമാമ് കാണിച്ച, അബൂ ഹനീഫ ഇമാമ് കാണിച്ച ആ റൂട്ടിലൂടെ തന്നെ സഞ്ചരിച്ചോ. എങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷപ്പെടാം. ഇല്ലേ ഇമാമികളെ റൂട്ട് വ്യതിചരിച്ചോ, അള്ളാന്റെ ഖുർആന്റെ റൂട്ട് വ്യതിചരിച്ചോ, സ്വന്തം താല്പര്യപ്രകാരം എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ അള്ളാഹു താല തന്നെ പറഞ്ഞിട്ടില്ലേ, ഏതെങ്കിലും ആളുകൾ സ്വന്തം താല്പര്യപ്രകാരം വല്ലതും നിർമ്മിച്ചു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം വരുമെന്ന്. അതേ ഇത് പടച്ചറബിന്റെ മതമല്ല, റബ്ബിന്റെ ദീനല്ല, പാരമ്പര്യ മതമല്ല, ഏതോ സായിപ്പിന്റെ തലച്ചോറിൽ നിന്ന് ഉത്ഭൂതം നടത്തിയ, അതേ അയാൾ ഉത്ബോധിപ്പിച്ച, അവിടെ നിന്ന് ഉത്ഭവിച്ച ആശയമാണ് ഈ ആശയം. അതുകൊണ്ടാണ് മാറ്റി പറയുന്നത് എന്നും മാറ്റിയിട്ടും മാറ്റാത്തവരാണെന്ന് പറയുന്നതിന്റെ
ജമാഅത്തും അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കി റബ്ബിനെ കാണാൻ, സ്വർഗത്തിൽ കടക്കാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലൂടെ തന്നെ സഞ്ചരിച്ചോ. റബ്ബ് ജല്ല ജലാലു നമുക്കതിന് ഭാഗ്യം തരട്ടെ. الحمد لله لك الحمد ولك الشكر يا معبود يا الله حمدا يوافي نعمه ويكافي مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا مولانا شفينا محمد ارحم الراحمين. رബ്ബനെ സ്വീകരിക്കണേ തമ്പുരാനെ, ഈ സദസ്സ് കബൂലാക്കണേ തമ്പുരാനെ, തെറ്റിദ്ധരിച്ചവർക്ക് ഹിദായത്തിന്റെ സബബാക്കണം റഹ്മാനെ. അത് കാരണം നാളെ സ്വർഗ്ഗത്തിൽ കടക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റസൂലേ ഹബീബേ റബീഎ മുനീറേ റബീഇലുദിത്തൊളി മുത്തൊളി സത്ത റബീഇലുദിത്തൊളി മുത്തൊളി സത്ത റഹ്മത്തുൽ ബർക്കത്ത് തൻ ശുഹ്റത യാ നബിയേ യാ നബിയേ യാ ശഫീ അല്ലാഹ് യാ നബിയേ യാ നബിയേ. والصلاة والسلام على النبي المصطفى وعلى آله وأصحابه الفائزين الشرفاء. أما بعد، اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد. صلاة وسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. إن المرأة عورة فإذا خرجت استشرف الشيطان وأقرب ما تكون بروحة ربها فهي في قعد بيتها. صدق رسوله الكريم الأمين. يا سيدي سندي غوثي ويا مددي كلي ظهيرا عن الأعداء بالمدد مجير أرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين يا محيي الدين عبد القادر جيلاني. സർവാദരണീയരായ ഉസ്താദുമാർ, പരിപാടി സത്യാന്വേഷണ തൃഷ്ണയോടെ ശ്രവിക്കുന്ന മാന്യ മുസ്ലിം സഹോദരി സഹോദരന്മാർ, അല്ലാഹു സത്യം സത്യമായി മനസ്സിലാക്കി പറയാനും കേൾക്കാനും സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട കാര്യം അംഗീകരിച്ച് ജീവിക്കാനും ഈമാൻ സലാമത്തായി മരണപ്പെട്ട് സത്യവാന്മാരോടൊപ്പം പരലോകത്ത് നാളെ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി ഖിദ്മ ചെയ്ത് മൺമറഞ്ഞു പോയ ഉസ്താദുമാർ, പണ്ഡിതർ, പ്രഭാഷകർ, പ്രവർത്തകർ, സഹകാരികൾ, സഹായികൾ, മുഴുവൻ ആളുകളുടെയും ബർസഖ് ജീവിതം അള്ളാഹു സന്തോഷിതരാക്കി കൊടുക്കുമാറാകട്ടെ. മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ഖൽബ് നന്നായി തഖ്വയിലധിഷ്ഠിത ജീവിതം നയിച്ച് സുഖലോക സ്വർഗത്തിന്റെ അവകാശികളാകാൻ നമുക്കല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ
3 ദിവസങ്ങളായി പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളെ സംബന്ധിച്ചും ചില വിഷയങ്ങളിൽ പുത്തനാശയക്കാരുടെ ചിന്താഗതിയെക്കുറിച്ചും ആ ചിന്താഗതിയിൽ തന്നെ കാലങ്ങൾക്കനുസരിച്ച് അവയിൽ വരുന്ന മാറ്റലുകളെക്കുറിച്ചും തിരുത്തലുകളെക്കുറിച്ചുമൊക്കെ വാമൊഴിയും വരമൊഴിയും വെച്ച് നാം ചർച്ച ചെയ്തു. വിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ചെയ്യുന്ന ആരാധനകളും ആചാരങ്ങളും എല്ലാം ആത്മീയമായി ഔന്നിത്യം ലഭിക്കണം എന്ന ചിന്തയോടുകൂടെയാണ്. അഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിസ്കരിക്കണം എന്ന് അല്ലാഹു ജല്ല ജലാൽ വിശുദ്ധ ഖുർആനിലൂടെ ആവശ്യപ്പെടുമ്പോൾ ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും, ശുദ്ധീകരണത്തിന് വേണ്ടി സകാത്ത് നൽകണം എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ യൗമ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ നിഷ്കളങ്ക മാനസനും പാപവിമുക്തനും ആയി മനുഷ്യൻ മാറുന്ന ഹജ്ജ് ഉംറകളെ കുറിച്ച് നിബിധങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, 1.25 ലക്ഷം വരുന്ന പ്രവാചകന്മാർ ആളുകളെ മാനസികമായി പരിവർത്തിപ്പിച്ച് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായി ഔന്നിത്യം സിദ്ധിക്കുക എന്നത് അവന്റെ ആഗ്രഹമായി മാറേണ്ടത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് കർമ്മങ്ങളായി ആചാരങ്ങളായി നാം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഏകനായ അള്ളാഹുവിന് നാം നൽകുന്ന ആരാധനകളുടെ കൂട്ടത്തിൽ അനുസ്മരണത്തിനും പ്രകീർത്തനത്തിനും നല്ല സ്ഥാനം വിശുദ്ധ ഇസ്ലാം നൽകുകയാണ്. ഏകനായ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പുകഴ്ത്തുകയും അള്ളാഹുവിന്റെ ദാത്തിനെ വാഴ്ത്തുകയും ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവുമായി നമ്മെ അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹു താനെ തന്നെ പറഞ്ഞയച്ച മഹാരഥന്മാരായ മഹത്തുക്കളെ കൂടെ പുകഴ്ത്തുവാനും അനുസ്മരിക്കുവാനും അള്ളാഹു താനെ തന്നെ പഠിപ്പിക്കുകയാണ്. ഞാൻ ആദ്യത്തെ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നുവന്നു എന്ന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഒരു പാർട്ട് മാത്രം പോരാ, മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന അള്ളാഹുലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മധ്യവർത്തിയായ സൃഷ്ടിയുടെ പുകഴ്ത്തലിന്റെ സെക്കൻഡ് പാർട്ട് കൂടെ ഉൾക്കൊള്ളണമെങ്കിൽ അള്ളാഹു ജല്ല ജലാൽ വിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമമായി വെച്ച കൂട്ടത്തിൽ തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തുന്നതോടൊപ്പം അവനെ വാഴ്ത്തുന്നതോടൊപ്പം അവൻ അംഗീകരിക്കുന്നതോടൊപ്പം അവന്റെ ഇഷ്ടദാസന്മാരെ പുകഴ്ത്തുക എന്ന പദ്ധതിയും കൂടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഉദ്കുർ ഫിൽ കിതാബി ഈസ വദ്കുർ ഫി കിതാബി മറിയം അങ്ങനെ തുടങ്ങി പുരുഷരും സ്ത്രീകളുമായി ഗതകാലത്ത് കഴിഞ്ഞുപോയ നിരവധി മഹാരഥന്മാരെ കുറിച്ചുള്ള അനുസ്മരണ കുറിപ്പുകളും അനുസ്മരണ പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ അനുസ്മരണ വിശദീകരണങ്ങളും അല്ലാഹു തആല തന്നെ ഖുർആനിൽ നടത്തിയിട്ടുണ്ട്. പുറമേ വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക്, കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ചരിത്ര പുരുഷന്മാരുടെ വിവരങ്ങൾ അനാവരണം ചെയ്യുന്ന
അനവധി വിശദീകരണങ്ങൾ നബിയെ അങ്ങേക്ക് നാം സന്ദർഭോചിതമായി നൽകും. അവിടുത്തെ ജീവിതത്തിന്റെ ഒരുപാട് വെല്ലുവിളികൾ അത് സ്വീകരിക്കുവാനും സമാധാനത്തോടുകൂടെ ജീവിത നൗക തുഴഞ്ഞ് ലക്ഷ്യപ്രാപ്തിക്കും അത് സഹായകമാകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും നിരവധി മഹാരഥന്മാരെ അനുസ്മരിക്കാൻ ആവശ്യപ്പെടുകയും അവരുടെ ചരിത്രങ്ങളും സ്ഥാനമാനങ്ങളുമൊക്കെ വകവെച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വ്യക്തികൾക്കു മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊക്കെ വസ്തുക്കൾക്ക് ബഹുമാനവും ആദരവുകളും നൽകിയിട്ടുണ്ടോ അതെല്ലാം പരിഗണിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ബാലപാഠം. നിങ്ങൾ നോക്കൂ, ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ യാത്രയാണ് ഇസ്രാ മിഅ്റാജിന്റെ യാത്ര. ആധുനിക യുഗത്തിലെ ശാസ്ത്രകാരന്മാർക്ക് മുമ്പിൽ പോലും ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന അത്യത്ഭുതകരമായ യാത്ര. ഖുർആൻ തന്നെ ആ യാത്രയെ വിശേഷിപ്പിക്കുന്നത് സുബ്ഹാന എന്ന അത്ഭുതത്തിന്റെ പദപ്രയോഗത്തോടു കൂടെയാണ്. വറഅന്നബിയു അജായിബൽ മലകൂതി വസറാഇറ الناسൂതി വൽ ജബറൂതി ഐനൻ മുദല്ലിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിൻ ഹവാഹു ഉലൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അത്യത്ഭുതകരമായ ലോകത്തിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല നടത്തിച്ച അത്ഭുതകരമായ യാത്ര. ആ യാത്ര വിശദമായി വിശദീകരിക്കുന്ന ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഓരോ സ്പോട്ട് എത്തുന്ന സമയത്തും ഇറങ്ങി ആ സ്ഥലത്തെ ബറക്കത്തെടുത്തുകൊണ്ട് പ്രാർത്ഥന നടത്തി നിസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ ആ യാത്രയിലെ ഗൈഡാകുന്ന മുഖർറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആവശ്യപ്പെടുകയാണ്. ആ സ്ഥലങ്ങൾ ഏതായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാവിയിൽ വന്ന് കിടക്കാനുള്ള മദീനയിലെ മണ്ണ്, കലിമത്തുല്ലാഹി വറൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചു വീണ ബത്ലഹേം, ബഹുമാനപ്പെട്ട കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുമായി സംസാരിക്കാൻ വേണ്ടി നിന്ന സ്ഥലം, ഇങ്ങനെ തുടങ്ങി ധാരാളം ബറക്കത്തുള്ള മഹാന്മാരുമായി ബന്ധപ്പെട്ട ആ സ്ഥലങ്ങളിൽ ബറക്കത്തെടുത്ത ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലെത്തുന്നത്. ആ ബൈത്തുൽ മുഖദ്ദസിലെത്തുമ്പോഴോ വാഹനത്തെ പുറത്തു നിർത്തിയ ശേഷം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന നിരവധി പ്രവാചകന്മാരുടെ മക്ബറകളും മക്കാമുകളുമുള്ള ആ ബൈത്തുൽ മുഖദ്ദസിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുമ്പോൾ വാഹനം പുറത്തു പാർക്ക് ചെയ്ത് കാൽനടയായി നടക്കുകയാണ്. ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്യുകയാണ്. ആ റിപ്പോർട്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു 22 കാരറ്റോടുകൂടെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ ഖബറിന് മുകളിൽ പോയി നിന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സിയാറത്ത് ചെയ്തത്. പിന്നീട് റസൂലുള്ളാഹി വിശദീകരിക്കുന്നത് റഅയ്തു മൂസ യുസല്ലി ഖായിമൻ ഫീ ഖബ്രിഹി. ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി മൺമറഞ്ഞു പോയ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖബറ സിയാറത്തിന് ഞാൻ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഖബറിനുള്ളിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നാണ്. ശേഷം ബൈത്തുൽ മുഖദ്ദസിലെത്തുകയും തനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ 1.25 ലക്ഷം പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടിയ ശേഷം തഖദ്ദം ഫസ്വല്ലി റക്അതൈൻ, പ്രവാചകരെ അവിടത്തേക്ക് മുമ്പ് കഴിഞ്ഞുപോയ അല്ലാഹു പറഞ്ഞേച്ച ദൂതന്മാരാണ് ഈ നിൽക്കുന്ന മുഴുവൻ ആളുകളും. അവർ മരിച്ചവരുണ്ട്, ഉപരിമണ്ഡലത്തിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്. മുഴുവൻ ആളുകളെ ഒരുമിച്ച് കൂടിക്കൊടുത്ത ശേഷം ഇനി അങ്ങ് ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കണമെന്ന കൽപ്പന വരികയാണ്. ആ നിസ്കാരവും കഴിഞ്ഞ് മൺമറഞ്ഞുപോയ മരിച്ചുപോയ മഹാന്മാരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ്
പിന്നീട് ആകാശാരോഹണം നടത്തുന്നത്. അവിടെയും തിരിച്ചു വരുന്ന വരവിൽ കലിമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ശക്തമായി ഇടപെടുകയാണ്. ചെറിയ ഇടപെടലല്ല, ചെറിയ റിക്വസ്റ്റ് അല്ല, മറിച്ച് അല്ലാഹു തആല നിർബന്ധമാക്കിയ 50 വഖത്ത് നിസ്കാരം അത് 5 കിട്ടുന്നത് വരെ 9 തവണ പോകണം നബിയെ, പോകണം നബിയെ എന്നിങ്ങനെ ആവശ്യപ്പെടുമ്പോൾ മരിച്ചുപോയ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ റിക്വസ്റ്റ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ അഭ്യർത്ഥന ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിക്കുകയാണ്. നിങ്ങൾ മരിച്ച ആളാണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണ്. മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇടപെടാൻ പാടില്ല, അത് ശിർക്കായി പോകും. മാത്രമല്ല, നിങ്ങളെങ്ങാനും ഇതിൽ ഇടപെട്ട് ഞാനത് അംഗീകരിച്ചാൽ ഭാവിയിൽ ആളുകൾ ഇത് തെളിവാക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മരിച്ചുപോയാലും മഹാന്മാര് കഴിവുകൾ നശിക്കില്ലെന്ന് മനസ്സിലാക്കി അവരെ ഫോളോ ചെയ്ത് ആളുകളൊക്കെ മുശ്രിക്കീങ്ങളായി നരകത്ത് പോകാൻ കാരണമാവും. അതുകൊണ്ട് ഡബിൾ എക്സ്ക്യൂസ് ഇതിൽ ഇടപെടരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അല്ലാഹു തആലയും അത് അംഗീകരിച്ചു. അല്ലാഹുവാണ് 50 വഖത്ത് ഫർളാക്കി വിടുന്നത്, മൂസാ നബി ഇടപെടുന്നത്, റസൂലുള്ളാഹി നടക്കുന്നത്, അല്ലാഹുവാണ് അംഗീകരിക്കുന്നത്. ഇങ്ങനെ അല്ലാഹു തആല വകവെച്ചു കൊടുത്ത ബഹുമാനവും ആദരവും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്കും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വകവെച്ചു കൊടുത്തു എന്നാണ് ചരിത്രം. എന്തിനേറെ പറയണം, ഒരാൾ സമ്പൂർണ്ണ മുസ്ലിമാകണമെങ്കിൽ അനിവാര്യമായ ഒന്നാണ് ഹജ്ജ് കർമ്മം എന്നത്. ഈ കർമ്മത്തിന് പലരും ഇപ്പോൾ പണം കെട്ടി കാത്തു നിൽക്കുകയാണ്. അള്ളാഹു അപരിശിക്കുന്നവർക്കൊക്കെ നല്ല രീതിയിൽ അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ചെയ്തത് അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഹജ്ജിന് വേണ്ടി പോയാൽ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഏതാനും മഹാരഥന്മാരുടെ അനുസ്മരണങ്ങളും ഏതാനും മഹത്വവൽക്കരിക്കപ്പെട്ട വസ്തുക്കളോടുള്ള ആദരവുകളുമാണ് തീർച്ചയായിട്ടും നമുക്കവിടെ കാണാൻ കഴിയുന്നത്. കഅബ എന്ന കൽ നിർമ്മിതമായ ആ കെട്ടിടത്തിന്റെ ചുറ്റും ഓടി നടന്ന് പാപമുക്തനാകുന്ന തവാഫ് എന്ന കർമ്മം ചെയ്യുമ്പോൾ അതേ ബിൽഡിങ്ങിന്റെ മൂലയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു കല്ലിന്റെ ഏതാനും കഷ്ണങ്ങൾ നെറ്റുവെച്ച് ചുംബിക്കുന്നതിന് വേണ്ടി തിക്കും തിരക്കും കൂടുന്ന ആളുകളെയും നിയന്ത്രിക്കാൻ പാടുപെടുന്ന പോലീസുകാരെയും അംഗീകരിക്കുന്ന സൗദി ഗവൺമെന്റിനെയുമാണ്. ശേഷം നാം മതിവരുവോളം പാനം ചെയ്ത് അലോട്ടില്ലെങ്കിലും 10 ലിറ്റർ നാം 10 റിയാൽ കൊടുത്തു വാങ്ങി നാം കൊണ്ടുവരുന്ന സംസം എന്ന വെള്ളം മഹദിയാകുന്ന വീരി ഹാജർ റളിയല്ലാഹു തആല അൻഹയെയും പ്രിയപ്പെട്ട പുത്രൻ റബീഉല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അനുസ്മരിക്കുന്ന ബറക്കത്തുള്ള വെള്ളമാണ്. അതേപോലെ ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങളിൽ അത് പ്രധാനമർഹിക്കുന്ന 7 പ്രാവശ്യമുള്ള കുന്നുകൾക്കിടയിലെ ഓട്ടം ബീവി ഹാജർ റളിയല്ലാഹു തആല അൻഹയുടെ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. മിനായിലെ നൃത്തവും മുസ്ദലിഫയിലെ രാപ്പാർക്കലും ജംറകൾക്കുള്ള കല്ലെറിയലും അറഫയിലെ താമസവും ഒന്നും മുൻഗാമികളെ തിരസ്കരിച്ചുകൊണ്ടല്ല, മറിച്ച് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ മഹാരഥന്മാരായ മഹാമനീഷികളെ അനുസ്മരിച്ചുകൊണ്ടും അനുധാവന ചെയ്തുകൊണ്ടും അവർ നടത്തിയ കർമ്മങ്ങളോട് മാനസികമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുമുള്ള വ്യവസ്ഥാപിതമായ കർമ്മങ്ങളാണ് ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾക്ക് അല്ലാഹു തആല അനുമതി നൽകുന്നു എന്നല്ല, മുസൽമാന് നിർബന്ധമാക്കുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക്
لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك. നാം ഉച്ചരിക്കുന്ന ദിക്റിലൂടെ നാം പറയുന്നത്, അല്ലാഹുവേ നിന്റെ വിളി സ്വീകരിച്ച് അച്ചടക്കമുള്ള ഒരു അടിമയായി ഞാനിതാ വന്നിരിക്കുന്നു എന്ന് അല്ലാഹുവിനോടാ പറയുന്നത്. പക്ഷേ ചെയ്യുന്ന കർമ്മങ്ങൾ കഅബയിലെ മൂലയിലെ കല്ലിന് മുത്തലാണ്, ചെയ്യുന്ന കർമ്മങ്ങൾ ഹജറുൽ അസ്വദിനെ ചുംബിക്കലാണ്, ചെയ്യുന്ന കർമ്മങ്ങൾ സഫാ മർവ കുന്നുകൾക്കിടയിലെ ഓട്ടമാണ്, ചെയ്യുന്ന കർമ്മങ്ങള് ജംബറുകളെ കല്ലെറിയലാണ്, ചെയ്യുന്ന കർമ്മങ്ങള് അറഫാ മരുഭൂമിയിൽ നിൽക്കല. ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാ. ഈ സൃഷ്ടികളെ പരിഗണിച്ച്, ഈ സൃഷ്ടികളെ മാനിച്ച്, ആ സൃഷ്ടികളെ ആദരിച്ച് അല്ലാഹുവിന് ആരാധന ചെയ്യുമ്പോഴാണ് ലബ്ബൈക അല്ലാഹുമ്മ എന്ന് അല്ലാഹുവിന് ഉത്തരം ചെയ്യുന്നത്. ഏതുപോലെ അല്ലാഹുവിനെ പരിഗണിച്ച് ഇബാദത്തെടുത്തപ്പോൾ അല്ലാഹു ഇങ്ങോട്ട് പരിഗണിച്ച അശ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ വലിയാണ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസനാണ് എന്ന അർത്ഥത്തിൽ യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഈ ദിക്ർ ചൊല്ലുന്നതോടൊപ്പം തന്നെ